ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ ദ ഓപ്പാംസ് ആർ ഐഡിയൽ, ഫൈൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0. V0യുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 വോൾട്ട്, 6 വോൾട്ട്, 8 വോൾട്ട്, 10 വോൾട്ട്. നമ്മളോട് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഓപ്പാമ്പ് ഉണ്ട്. 2 ഓപ്പാമ്പും ഐഡിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഐഡിയൽ ഓപ്പാമ്പിന്റെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ആ ഫസ്റ്റ് പോർഷനിൽ പഠിച്ചിട്ടുള്ളതാണ് LIC-യിൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യാം? ക്വസ്റ്റ്യൻ വലുതാണ്, ഫിഗർ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് തോന്നും. പക്ഷെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബേസിക് ആയിട്ടുള്ള ഓപ്പാമ്പിന്റെ കൺസെപ്റ്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, എങ്ങനെയാണ് നമ്മളോട് ഐഡിയൽ ഓപ്പാമ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരേണ്ടത്? ഐഡിയൽ ഓപ്പാമ്പിന്റെ കേസിലാണെങ്കിൽ, ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ എന്താണ്? ഇൻപുട്ട് റെസിസ്റ്റൻസ് Rin, അല്ലെ? Rin ഷുഡ് ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്, അല്ലെ? അതേപോലെ തന്നെ എന്താണ്? ഓപ്പൺ ലൂപ്പ് ഗെയിൻ AOL, ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആണ്, അല്ലെ? ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഒക്കെ മിനിമം ആയിരിക്കണം, 0 ആയിരിക്കണം. അങ്ങനെയുള്ള ബാക്കി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സ്ലീവ് റേറ്റ് ഇൻഫിനിറ്റി ആയിരിക്കണം, അങ്ങനെ അതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്താണ്? ഐഡിയൽ ഓപ്പാമ്പിന്റെ കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്, ഓപ്പൺ ലൂപ്പ് ഗെയിനും ഇൻഫിനിറ്റി ആണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈ 2 ഓപ്പാമ്പിന്റെ കേസിലും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അല്ലെ, ഓൾറെഡി നമുക്കറിയാം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്, അല്ലെ? ഇവിടെ ഇതാണ് Rin. ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഈ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി മീൻസ് ദാറ്റ് 0 ആംപിയർ കറന്റ് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ ഓപ്പാമ്പ്, അല്ലെ? 2 കേസിലും 0 ആംപിയർ കറന്റ് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ ഓപ്പാമ്പ്. ഇതാണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം. ഇനി അടുത്ത ഇനി എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്പാമ്പിന്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഇൻവേർട്ടിങ്ങിലും നോൺ ഇൻവേർട്ടിങ്ങിലും നമുക്ക് വോൾട്ടേജസ് ഉണ്ട്. 1 വോൾട്ടും -2 വോൾട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 0 ആംപിയർ കറന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള കറന്റ് ഫ്ലോ എന്താണ്? ഇതിലൂടെ കറന്റ് ഫ്ലോ ഇല്ല, അല്ലെ? I = 0 ആണ്. I = 0 ആണ്. ഇതിലൂടെ 0 കറന്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും വരുന്നില്ല, അല്ലെ? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും വരുന്നില്ല. ഇനി ഒരു കാര്യം കൂടി, ഇത് ഏത് കോൺഫിഗറേഷനിലാണുള്ളത്? ഈ ഓപ്പാമ്പ് രണ്ടും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, അല്ലെ? ഇവിടെയും നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ 1 kilo ohmന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താണ്? 1 kilo ohmന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നുമില്ല, അല്ലെ? നമുക്ക് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലല്ലോ, അപ്പൊ ഇവിടെ ഡ്രോപ്പ് ഒന്നുമില്ല, അല്ലെ? സോ ഡ്രോപ്പ് അക്രോസ് 1 kilo ohm 0 ആണ്. അതുകൊണ്ട് എന്താണ്? ഈ 1 വോൾട്ട് ഫുൾ ആയിട്ട് ഈ ടെർമിനലിൽ വരും, അല്ലെ? ഇവിടെ 1 വോൾട്ട് വരും. 1 വോൾട്ട് ആണ് ഇവിടുത്തെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? ഐഡിയൽ ഓപ്പാമ്പിന്റെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ യു ക്യാൻ ഗോ ഫോർ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്താ പറയുന്നത്? V+ = V- എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ നമുക്ക് 1 വോൾട്ട് ആണ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് യു ക്യാൻ ഹാവ് 1 വോൾട്ട് ഹിയർ. 1 വോൾട്ട് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ടെർമിനലിലും ഉണ്ടാവുക, അല്ലെ? നമ്മളിവിടെ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം, അല്ലെ? ഇവിടെ നമുക്കൊരു നോഡ് കിട്ടി. ആ നോഡ് വെച്ചിട്ട് അവിടെ നമുക്ക് KCL ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ലെറ്റ് us കൺസിഡർ ദിസ് ഇസ് നോഡ് A. ഇത് നോഡ് A ആണെന്ന് കൺസിഡർ ചെയ്യുക. അവിടെ KCL ഇക്വേഷൻ എഴുതാം. So this is node A. Okay, so KCL at node A. എന്താണ് വരിക? ഇവിടെ നമുക്ക് 1 വോൾട്ട് ആണ്, അല്ലെ? സോ ഈ നോഡ് നമ്മൾ പ്രിൻസിപ്പൽ നോഡായിട്ട് എടുത്തിട്ട് നമ്മൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ 1 - 2 വോൾട്ട് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 1 kilo ohm. ഈ പ്ലസ് നമുക്ക് ടോട്ടൽ കറണ്ട് 0 ആയിട്ട് എടുക്കാം, അല്ലെ? ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ പ്ലസ് 1 - നമുക്ക് ഇവിടെ എന്താണ് വരിക? അത് നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ. ഈ പോയിന്റിൽ എന്തായിരിക്കും വോൾട്ടേജ് വരിക? അതിവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ട് എഴുതാം. പറഞ്ഞേ, ഈ ഓപ്പാമ്പിന്റെ നെഗറ്റീവ് ടെർമിനലിൽ എന്താണ് വോൾട്ടേജ്? പറയൂ.
ഇവിടെയും നമുക്ക് വിർച്വൽ ഗ്രൗണ്ട് അപ്ലിക്കബിൾ ആണ് അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അറിയില്ല. അപ്പൊ ഈ വോൾട്ടേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്നാൽ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇതിന് നമുക്കൊരു ഫസ്റ്റ് ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഞാൻ V01 കൊടുത്തു, അല്ലെങ്കിൽ വി ഔട്ട്പുട്ട് 1 കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മൈനസ് വി ഔട്ട്പുട്ട് 1 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള റെസിസ്റ്റൻസ് 1 കിലോ ഓം ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഈ KCL ഇക്വേഷൻ എഴുതി, ഈ നോഡിൽ KCL ഇക്വേഷൻ എഴുതി. സോ 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. 1 പ്ലസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും 3. ഞാൻ ഇവിടെ 3 ആക്കുന്നത്. 3 ഡിവൈഡഡ് ബൈ 1 അല്ലെ. കിലോ ഓം ക്യാൻസൽ ചെയ്യാം. 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 മൈനസ് V01 അല്ലെ. V01 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓർ V01 ഈക്വൽ ടു 4 വോൾട്ട് എന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ്? ദിസ് ഇസ് ഈക്വൽ ടു 4 വോൾട്ട് ആണ്. അപ്പൊ ഇത് 4 വോൾട്ട് ആണെങ്കിൽ ഇതും ഐഡിയൽ ഓപ്പാമ്പ് ആണ്. സോ യു ക്യാൻ അപ്ലൈ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഹിയർ ഓൾസോ അല്ലെ. ഈ ഒരു നോഡില് V പ്ലസ് ഈക്വൽ ടു V മൈനസ് അല്ലേ. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടി? ഇവിടെയും നമുക്ക് 4 വോൾട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലെ. ഇത് 4 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം അല്ലെ. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് വരും? വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യൂ അല്ലെ. ഇവിടുന്ന് നമുക്ക് ഈ ഇൻപുട്ടിലേക്ക് കറണ്ട് പോകില്ല അല്ലെ. അപ്പൊ ഇതിലെ വരുന്ന ഈ കറണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെയാണ് പോവുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിവൈഡർ ആയിട്ട് വർക്ക് ചെയ്യും. ഇത് സീരീസിലാണ് വരിക. അപ്പൊ ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്ത് എഴുതാം? 4 വോൾട്ട്. 4 വോൾട്ട് ഈക്വൽ ടു വി, ഇത് ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? വി ഔട്ട് അല്ലെ. വി ഔട്ട് ഇൻറ്റു അതിന്റെ എന്താണ് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ് വരിക. 1K ഡിവൈഡഡ് ബൈ 1 കിലോ ഓം പ്ലസ് 1 കിലോ ഓം. 1 കിലോ ഓം രണ്ടും 1 കിലോ ഓം ആണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് വി ഔട്ടിനുള്ള എക്സ്പ്രഷൻ എഴുതാം. അല്ലെങ്കിൽ ഇത് ഒന്നും കൂടെ എഴുതിയാൽ വി ഔട്ട് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലെ. 2 1K പ്ലസ് 1K എന്നുണ്ട് കേട്ടോ. 1K പ്ലസ് 1K. അപ്പൊ ഇവിടെ 2K എന്ന് വരും. കെയും ക്യാൻസൽ ആയി. വി ഔട്ട് ഡിവൈഡ് ബൈ 2 എന്ന് വരും. Okay, so V out is equal to 4 volt into 2, which is equal to 8 volt എന്ന് വരും. 8 volt. Okay, so option C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ഫിഗറും കുറെ റെസിസ്റ്റൻസും 2 ഓപ്പാമ്പ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്പാമ്പ് കാണുമ്പോൾ നമുക്ക് പാനിക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഇതിന്റെ ഇടയിലുള്ള ഇവിടെ വരുന്ന വോൾട്ടേജ് നിങ്ങളോട് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കണേ. രണ്ടാമത്തെ സർക്യൂട്ട് വരുന്നില്ലേ, അത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇൻവെർട്ടിംഗ് ആണ്, നോൺ ഇൻവെർട്ടിംഗ് അല്ല. ഇതും ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. കാരണം എടുക്കാൻ പറ്റും. സോറി, പറ്റൂട്ടോ. അപ്പൊ 1+ അങ്ങനെ എഴുതിയാ പോരെ? എന്നാലും മതി, നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. 1+ RF/R1 ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. അപ്പൊ ഇവിടെ 4 വോൾട്ട് വന്നു. 4 വോൾട്ട് ഇൻറ്റു എന്ത് വരും? ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് സുഖമാണ്. 4 വോൾട്ട് ഇൻറ്റു 1+ RF/R1 വരുമ്പോൾ 1/1 അല്ലെ. 1/1 എന്ന് പറയുമ്പോൾ 1 വരും അല്ലെ. അഗൈൻ 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 8 വോൾട്ട്. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതും ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, assuming the operational amplifier to be ideal, the gain V out divided by V input of the circuit shown in figure is -1, -20, -100 and -120. ഒന്ന് നിങ്ങൾ തന്നെ ചെയ്തു നോക്കൂ. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കൂ. കിട്ടിയോ? -120 ആണോ നിങ്ങൾക്ക് കിട്ടിയത്? ഓക്കെ, -120 ആണ് ആൻസർ. ഇനി ഞാനിവിടെ ഞാൻ ചെയ്യാട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഓക്കെ,
എങ്ങനെയാണ് ഇവിടെയും നമുക്ക് ഓപ്പാമ്പ് ഐഡിയൽ ആണ്. ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. സോ 0 ആംപിയർ കറന്റ് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതും എന്ത് വരും, ഇതും 0 വോൾട്ടിൽ തന്നെ വരും, ഇവിടെയും 0 വോൾട്ടിൽ വരും. ഓക്കെ, ഇനി ഈ നോഡിൽ നമുക്കുള്ള വോൾട്ടേജ് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അസ്യൂം ചെയ്യാം, ഒരു നോഡായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ആൻഡ് ലെറ്റ് ദ വോൾട്ടേജ് അറ്റ് ദിസ്, ഇത് ഞാൻ ഈ നോഡിനെ ഞാൻ എ എന്നും ഈ നോഡിനെ ഞാൻ ബി എന്നും അസൈൻ ചെയ്തു. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി എഴുതി, വി ബി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കെ സി എൽ നമുക്ക് എയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 0 മൈനസ് വി ഇൻ ഡിവൈഡഡ് ബൈ 1K പ്ലസ് 0 മൈനസ് വി ബി ഡിവൈഡഡ് ബൈ 10K ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. അപ്പൊ വി ഇൻ മൈനസ് വി ബി ബൈ 10K ഈക്വൽ ടു 0 or V in equal to VB by 10K, അല്ലെങ്കിൽ VB is equal to 10K into V in, 10K into V. ഇനി അടുത്ത അതേപോലെ തന്നെ നമുക്ക് ഈ KCL B എന്ന് പറയുന്ന നോഡിൽ അപ്ലൈ ചെയ്യാം. KCL B എന്ന് പറയുന്ന നോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും അല്ലെ, B ആണ് നമ്മൾ നോഡായിട്ട് എടുക്കുന്നത്. അപ്പൊ VB മൈനസ് 0 ഡിവൈഡ് ബൈ 1K അല്ലെ, വി ബി മൈനസ് 0 ഡിവൈഡ് ബൈ 1K എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് അടുത്തത് വി ബി മൈനസ് 0 ഡിവൈഡ് ബൈ 10K, വി ബി മൈനസ് 0 ഡിവൈഡ് ബൈ 10K പ്ലസ് അടുത്തത് വി ബി മൈനസ് വി ഔട്ട് ഡിവൈഡ് ബൈ 10K, വി ബി മൈനസ് വി ഔട്ട് ഡിവൈഡ് ബൈ 10K ഈക്വൽ ടു 0. ഓക്കെ, ഇവിടുന്ന് വി ഔട്ടിനുള്ള എക്സ്പ്രഷൻ എഴുതാം. വി ഔട്ടിനുള്ള എക്സ്പ്രഷൻ എഴുതിയാൽ എന്താ വരിക, വി ഔട്ടിനുള്ള എക്സ്പ്രഷൻ എഴുതിയാൽ ഇവിടെ എന്താ വരിക, 11 VB equal to V out. 11 ഞാൻ ചെയ്യുന്നില്ല, 11 VB is equal to V naught, വി ഔട്ട് അല്ലേ, ആണോ? ഇങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ, വിബിക്ക് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വി ഔട്ട് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, 11 into 10 into V in. അപ്പൊ 110 വരുന്നുള്ളല്ലോ, V out equal to 12 VB. 12 VB. ഓക്കെ, സോ 12 VB. അപ്പൊ ഇവിടെയാണെങ്കിൽ 120 അല്ലെ. മൈനസ് സൈൻ എവിടെയെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? മൈനസ് ഉണ്ടോ അവിടെ ചെയ്തു വരുമ്പോ? മൈനസ് 10 വി ബി ഈക്വൽ ടു ഇവിടെയാ വി ബി ഈക്വൽ ടു എങ്ങനെയാ വരുന്നേ, മൈനസ് വി. ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ടില്ല അല്ലെ, സോ മൈനസ് വി. അപ്പൊ വി ബി ഈക്വൽ ടു ദിസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ഔട്ട് ഇസ് ഈക്വൽ ടു 120, വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ, ഗെയിൻ ആണ് നമ്മൾ, വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു മൈനസ് 120 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോ മൈനസ് 120 എന്ന് കിട്ടി. ഇനി സപ്പോസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇവിടെ നമുക്ക് പ്ലസ് 20 വോൾട്ടും ഇവിടെ നമുക്ക് മൈനസ് 20 വോൾട്ടും തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക, സപ്ലൈ വോൾട്ടേജ്. ഇങ്ങനെയാകുമ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? 20 വോൾട്ട്, മൈനസ് 20 വോൾട്ട് ആയിരിക്കും. ബിക്കോസ് എന്താണ്, ബിക്കോസ് നമുക്ക് ഒരിക്കലും പിന്നെ സപ്ലൈ വോൾട്ടേജിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഇത് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇവിടെ സപ്ലൈ വോൾട്ടേജ് സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ മൈനസ് 120യിലേക്ക് ആൻസർ. ഇത് ഗെയിൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഗെയിൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്? മറ്റേത് ഔട്ട്പുട്ട് അല്ലേ നമ്മൾ സപ്ലൈ വരിക? വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ. അത് ഗെയിൻ അല്ലേ? ഗെയിൻ ആണ്. അല്ല, നമ്മൾ ഈ ലിമിറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ? വി ഔട്ട് അല്ലേ പ്ലസ് 20യിലേക്ക് ലിമിറ്റ് ആവാ? അതെ, ഞാൻ സോറി, അത് പറയാൻ മറന്നു. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇതിലേക്ക് വരുന്നത്. ഗെയിന് ഇതിപ്പോ ഗെയിന് മൈനസ് 120 ഉണ്ട് അല്ലെ, മൈനസ് 120 ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് 120 ടൈംസ്
വി ഇൻ ആയിട്ട് വരും. ഇതിപ്പോ ഇൻവേർട്ടിംഗ് ആയത് കാരണമാണ് അത്. അപ്പം ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ 1 വോൾട്ട് എങ്ങാനും കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയിലേക്ക് പോയി, -120 പോയില്ലേ? അപ്പൊ ഔട്ട്പുട്ട് അത്രയിലേക്കും പോകില്ലല്ലോ. അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So for the op-amp circuit shown in figure, determine the output voltage V0. Assume that the op-amps are ideal. ഇവിടെ 2 op-amp ഉണ്ട്. ഐഡിയൽ op-amps ആണ് തന്നിരിക്കുന്നത്. നമുക്ക് റെസിസ്റ്റൻസസ് ഉണ്ട്. ഫസ്റ്റ് op-ampന്റെ ഇതിലിപ്പോ ഏതാ ഫീഡ്ബാക്ക് എന്നൊന്ന് പറഞ്ഞു. നിങ്ങൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലാം വോൾട്ടിലാണ്. ഇതിൽ ഏത് ഫീഡ്ബാക്ക് ആണ് ഉണ്ടാവുക? ഏത് op-ampന്റെ ഏതാ? 2-3 ഫീഡ്ബാക്ക് വരുന്നുണ്ടല്ലോ. അത് ഏത് ഡോമിനന്റ് ആയിട്ട് വരുന്ന ഫീഡ്ബാക്ക് ഏതാണ് ഇതിനകത്ത്? പോസിറ്റീവ് വരുന്നുണ്ട്. പോസിറ്റീവ് ആണോ വരിക? നമ്മൾ എവിടെയാ ഇൻപുട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇൻപുട്ട് നമ്മൾ നെഗറ്റീവ് ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആഫ്റ്റർ ഓൾ ഫൈനൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻപുട്ട്, അതാണ് നമ്മൾ ഗെയിൻ ആയിട്ട് എടുക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഇനീഷ്യലായി നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് വിൽ ബി ഫെഡ് ബാക്ക് ടു ഇൻപുട്ട് സൈഡ്. അപ്പൊ ഇൻപുട്ടിലേക്ക് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുന്ന ഫീഡ്ബാക്ക് ആയിരിക്കണം ഡോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ എപ്പോ അങ്ങനെ രണ്ട് ഇതേപോലെ ഫീഡ്ബാക്ക് പോസിറ്റീവിലേക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് സൈഡില് ഇൻപുട്ട് ഏതാണോ ടെർമിനലിലേക്കാണോ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് ആണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എടുക്കണം. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഡോമിനന്റ് ആയിട്ട് വരുന്നത്. ഇനി ഐഡിയൽ op-amp തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഐഡിയൽ op-ampന്റെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 0 ആംപിയർ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത് ഇതിലേക്ക്. ഇവിടെയും 0 ആംപിയർ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഇൻപുട്ടിലേക്ക് കറണ്ട് പോകാത്തതാണ് ഇവിടെ നിന്ന് വരുന്ന കറണ്ട് അല്ലെ? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഒരു ഔട്ട്പുട്ട് കറണ്ട് ഉണ്ടാകും. ആ ഔട്ട്പുട്ട് കറണ്ട് ഈ പാത്തിലൂടെ വരുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതിലൂടെ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജിനെ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം അല്ലെ? സോ വി ഔട്ട് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3+1 അല്ലെ? 3+1 കിലോ ഓം ഉള്ളത് കാരണം ഞാൻ അതവിടെ എഴുതുന്നില്ല കേട്ടോ. സോ ദിസ് ഇസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലെ? V0 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും ഇവിടെ വരുന്ന ഔട്ട്പുട്ട്, ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഐഡിയൽ op-ampന്റെ കേസിൽ നമുക്ക് വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ടെർമിനലിലും നമുക്ക് എന്തായിരിക്കും വരിക? സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും ഇവിടേക്കും വരിക അല്ലെ? സോ ദിസ് പോയിന്റ് വിൽ ബി അറ്റ് V0 by 4. V0 by 4ലായിരിക്കും നമുക്ക് ഈ ഒരു പോയിന്റ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് നോഡിൽ കൺസെപ്റ്റ് ഒക്കെ യൂസ് അവിടെ ഉണ്ടോ? ഫസ്റ്റ് ഇൻപുട്ടിൽ 1K അടിയിൽ വെറുതെ ഒരു 2K കൊടുത്തിട്ടുണ്ട്. അവിടെ റെസിസ്റ്റർ ഉണ്ടോ? എവിടെ? ഇവിടെയാ? 2K മാത്രം വെറുതെ കാണുന്നുണ്ട്, റെസിസ്റ്റർ കാണുന്നുണ്ട്. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇല്ല, അവിടെ വേറെ റെസിസ്റ്റൻസ് ഇല്ല കേട്ടോ. ഇവിടെ ഒന്നുമില്ല. 2K ഇല്ല കേട്ടോ. ക്വസ്റ്റ്യൻ അറിയാതാണ്. V0 ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് ഇവിടെ വരുന്നത്, ഈ ഒരു പോയിന്റിൽ വരുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണണം. അപ്പൊ ഇനി ബാക്കി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഈ പോയിന്റിൽ എത്രയാണ്? ഈ നോൺ ഇൻവേർട്ടിംഗിൽ -1 ആണ്. അപ്പൊ ഇവിടെയും നമുക്ക് op-amp ഐഡിയൽ ആണ്. അപ്പൊ ഇവിടെ എത്ര വരിക? ഈ പോയിന്റില് -1 വോൾട്ട് വരും. -1 വോൾട്ട് വരും. അപ്പൊ ഇത് -1 വോൾട്ട്. ഇതറിയില്ല അല്ലെ? നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കണം നമുക്ക്. ഇപ്പൊ നമുക്ക് അറിയില്ല. സോ അതിന് നമ്മളൊരു ഇത് ഫസ്റ്റ് op-ampന്റെ ഔട്ട്പുട്ട് ആണെന്നുള്ളത് കാരണം ഞാൻ അവിടെ V01 എന്നുള്ള ഇതായിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് നോഡൽ ഇക്വേഷൻസ് എഴുതിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്ത് നോക്കൂ. നോഡുകൾ കൊടുത്തോളൂ. നോഡുകൾ ഇത് എ എന്ന് കൊടുത്തോ. ഇത് എ, വേറെ കളറിൽ ഈ നോഡ് എ ആണ്. എയിൽ നമ്മൾ KCL അപ്ലൈ ചെയ്താൽ എന്താ വരിക? V0/4 -1 divided by 1K plus V0/4 minus V01 divided by 2K equal to 0. കിലോം ക്യാൻസൽ ആയി പോകും കേട്ടോ. അപ്പൊ എന്താ വരും? V0 divided by 4 minus 1/1 അല്ലെ, 1 പ്ലസ് V0/4 divided by 2K എന്ന് പറയുമ്പോഴത്തേക്കും V0/8. ഈ കിലോം ക്യാൻസൽ ചെയ്തു കേട്ടോ. Then minus V01 divided by 2 equal to 0. ഓക്കെ, ഇനി ഇത് രണ്ടും V0 നമുക്ക് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2V0 plus V0 3V0 ആകും. ഡിവൈഡഡ് ബൈ LCM 8 മൈനസ് V01 ഡിവൈഡഡ് ബൈ 2. ഈ 1നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിട്ടു, അപ്പൊ ഈക്വൽ ടു 1. ഓക്കെ, ഇവിടുന്ന് V0ക്കുള്ള ഇക്വേഷൻ എഴുതിയാലോ? V0ക്കുള്ള ഇക്വേഷൻ എഴുതിയാൽ എന്താ വരിക? ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, ഇതിവിടെ നിൽക്കട്ടെ. ഇത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ നോഡ് ബിയിൽ എഴുതാം. നോഡ് ബി ഇതായിട്ട് എടുത്തോ. ദിസ് ഇസ് നോഡ് ബി. സോ KCL അറ്റ് നോഡ് ബി എഴുതുമ്പോൾ -1 മൈനസ് V01 ഡിവൈഡഡ് ബൈ 4K. ഞാൻ എഴുതുന്നില്ല കേട്ടോ. പ്ലസ് -1 മൈനസ് V0/8 ഈക്വൽ ടു 0. ഓക്കെ, സോ -1/4 ഇവിടെയും ഒരു -1/8 ഉണ്ട്. LCM എടുത്ത് തന്നെ ചെയ്തോ നിങ്ങൾ. അല്ലെങ്കിൽ -V01/4 മൈനസ് V0/8 മൈനസ് 2 -1 -3 3/8 എന്ന് വരും അല്ലേ? കറക്റ്റ് അല്ലേ? -2 -1 -3 divided by 8 equal to 0. ഓക്കെ, പിന്നെ 8 LCM എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -2V01 minus V0 minus 3 ഹോൾ ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ആ 8 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 0 ആവും. -2V01 -2 മൈനസ് V0 അല്ലെ, -3 -2. കറക്റ്റ് ആണ്. ഇനി ഇതിൽ നിന്ന് V0യുടെ എക്സ്പ്രഷൻ എഴുതിയാലോ? നെക്സ്റ്റ് പേജിലേക്ക് എഴുതാവേ. V0 ഈക്വൽ ടു -3 -2V01 അല്ലെ, കറക്റ്റ് അല്ലേ? -3 V0 ഈക്വൽ ടു -3 -2V01. ഓക്കെ, അപ്പൊ അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ 3V0/8 മൈനസ് V01/2 ഈക്വൽ ടു 1 എന്നാണ് അല്ലെ. അതിൽ നിന്ന് V01ന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ എഴുതട്ടെ. 3V0 ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. 3V0/8 മൈനസ് V01 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. ഇതിൽ നിന്ന് V01ന്റെ ഇക്വേഷൻ എഴുതാം. Okay, so V01 divided by 2 is equal to 3V0/8 minus 1. Okay, so V01 is equal to 3/4V0 minus 2. Yeah, so this is equal to ഇനി നമ്മൾ എന്താ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. സോ 2 എന്താകും? 2 equation 2 becomes V0 equal to -3 minus 2 into 3/4 V0 minus 2. Okay, so V0 equal to -3 minus
6/4 അല്ലെ, -6/4 V0 -4, minus of minus plus വരും, +4. Okay. This is equal to 1 minus 6/4 V0. അല്ലെ, അപ്പൊ V0 ഇങ്ങോട്ട് എടുക്കാം. V0 equal to 1 plus 6/4 V0 equal to 1 വരും. V0 equal to ഇത് എത്രയാ വരിക? 4 plus 6 11 അല്ലല്ലോ, 10 അല്ലെ. 4 plus 6 10/4. 10/4 V0 equal to 1 വരും. V0 equal to 4/10 വരും. This is equal to 2/5. 2/5 ആണ്. 2/5 നമുക്കതുണ്ടോ? ഓപ്ഷനിലുണ്ടോ? ഇല്ല. 2/5 ഇല്ല. അപ്പൊ ഇതിനകത്ത് ആൻസർ ഒന്നും ഇല്ല. ആൻസർ ഇസ് നൺ. ഓപ്ഷൻ ഡി ആണ്, 4 ആണ്. നമുക്ക് 2/4 അല്ലേ കിട്ടിയത്, 2/5 അല്ലേ കിട്ടിയത്. 2/5 വോൾട്ട് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure shown, if the CMRR of the operational amplifier is 60 dB, so CMRR തന്നിട്ടുണ്ട്. CMRR is equal to 60 dB എന്ന് തന്നിട്ടുണ്ട്. Then magnitude of the output voltage V0 ആണ് കാണേണ്ടത്. നമുക്ക് ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ഫിഗറിൽ ഒരു ബാലൻസ്ഡ് ബ്രിഡ്ജ് ഉണ്ട് അല്ലെ. ബാലൻസ്ഡ് എന്ന് പറയാൻ കാര്യം എന്താണ്? ഇത് എല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് റേഷ്യോ എടുക്കുന്ന സമയത്ത് സെയിം ആയിട്ട് വരും, ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണ്. പിന്നെ നമുക്കൊരു ഓപ്പാമ്പ് ഉണ്ട്. അതിൽ നമുക്ക് രണ്ട് ഇൻപുട്ടിലും രണ്ട് ടെർമിനലിലും നമുക്ക് ഇൻപുട്സ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. എത്രയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? എങ്ങനെയാ കാണാം? എങ്ങനെയാ കാണാം? ഇത് ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണ്. ബാലൻസ്ഡ് ബ്രിഡ്ജ് ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരുന്ന ഇല്ല, ഈ ടെർമിനൽ ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് ഞാൻ നെഗറ്റീവ് പോസിറ്റീവ് എന്നാക്കാം. നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെയാണ് ടെർമിനൽ വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന വോൾട്ടേജും ഇവിടെ വരുന്ന വോൾട്ടേജും എത്രയാണെന്ന് അറിയണം. എത്രയാണ് അവിടെ വരിക ബാലൻസ്ഡ് ബ്രിഡ്ജ് ആകുമ്പോ? ഇത് 2 വോൾട്ട് ആണ് അല്ലെ. 1 വരും, ഇവിടെയും 1 വരും. 1 വോൾട്ട് 1 വോൾട്ട് ആയിട്ട് വരും. പക്ഷെ ഒരെണ്ണം നെഗറ്റീവ് ടെർമിനലിലേക്കും ഒരെണ്ണം പോസിറ്റീവ് ടെർമിനലിലേക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് കാണേണ്ടത്. CMRR തന്നിട്ടുണ്ട്. CMRRന്റെ ഇക്വേഷൻ എന്താണ്? CMRR is equal to 20 log ADM. നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ വാല്യൂ വെച്ചിട്ടാണെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡഡ് ബൈ അല്ലെ, മോഡുലസ് ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. ഇതാണ് CMRR. പക്ഷെ DB-യിലാകുമ്പോൾ നമുക്ക് 20 ലോഗ് അതും കൂടി ഉണ്ടാവും. പക്ഷെ നമുക്ക് വോൾട്ടേജ് നമുക്ക് നോർമൽ വാല്യൂ ആയിട്ടാണ് വേണ്ടത്. വോൾട്ടിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ DB-യിലുള്ളതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കൺവേർട്ട് ചെയ്യണം. അപ്പൊ എത്ര വരും? നമുക്ക് നോർമൽ വാല്യൂ CMRRന്റെ എത്ര വരും? 20 log CMRR is equal to 60 dB എന്നാണ്. ഓക്കെ, സോ CMRR equal to 10 raised to 60/20 എന്ന് പറയുമ്പോൾ 3 അല്ലേ. ഇപ്പൊ 10 raised to 3 എന്ന് വരും അല്ലെ. 1000 കൺവേർഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ലോഗ് CMRR എന്ന് പറയുമ്പോഴത്തേക്കും 3 വരും. ലോഗ് നമ്മൾ മാറ്റുമ്പോൾ 10ന്റെ പവർ ആയിട്ട് എഴുതുന്നു. സോ 1000 ആണ് നമുക്ക് CMRR കിട്ടുന്നത്. അപ്പൊ മോഡുലസ് ഓഫ് AD/AC 1000 ആണ്. AD-യും AC നമുക്കറിയില്ല. AD-യും AC അറിഞ്ഞാലല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ AD എന്താണ്? AD ഈസ് ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ഡിഫറൻഷ്യൽ ഗെയിൻ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് രണ്ടും ഉണ്ടെങ്കിൽ കോമൺ മോഡ് ഗെയിനും ഡിഫറൻഷ്യൽ മോഡ് Output ഗെയിനും ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 is equal to AD into ഡിഫറൻഷ്യൽ AD ഇൻപുട്ട് into VD plus AC into VC. VC കോമൺ മോഡ് വോൾട്ടേജ് ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ഇൻപുട്ട് VD എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ഇൻപുട്ട് എന്തായിരിക്കും? നമുക്ക് സെയിം വോൾട്ടേജ് ആണ് വരുന്നത്. സെയിം വോൾട്ടേജ് ആണ് ഈ രണ്ട് ടെർമിനലിലേക്കും വരുന്നത്. സോ VD എന്ന് പറയുന്നത് എന്താണ്? V പ്ലസ് മൈനസ് V മൈനസ് എന്നുള്ളതാണ് അല്ലെ. അപ്പം ഇവിടെ സെയിം വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VD എന്തായിരിക്കും? 0 അല്ലേ? 0. അല്ലെ. അപ്പൊ വോൾട്ടേജിന്റെ കമ്പോണന്റിൽ കോമൺ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. AC ഇൻറ്റു VC എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് AD ഈസ് 0. AD 0 ആയത് കാരണം. ഇനി കോമൺ മോഡ് വോൾട്ടേജ് എന്താണ്? VC ഈക്വൽ ടു നമുക്ക് ഇവിടെ വരുന്ന വോൾട്ടേജ് അല്ലെ, അതിന്റെ മീൻ Average 1 volt. അപ്പൊ 1 + 1/2 അല്ലെ, 1 + 1/2 ഈക്വൽ ടു 1 വോൾട്ട്. 1 വോൾട്ട്. അപ്പൊ നമുക്ക് VC കിട്ടി. ഇനി AC കാണണം. ACയും കൂടെ കണ്ടാലാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുള്ളൂ. AC എങ്ങനെയാണ് കാണുക? AC കാണുന്നില്ല. നമുക്കിപ്പോ എന്തൊക്കെ അറിയാം? VC അറിയാം, ഔട്ട്പുട്ട് വോൾട്ടേജ് അറിയില്ല അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് അറിയില്ല. CMRR നമുക്ക് കണ്ടൂടെ? AC ഡിഫറൻഷ്യൽ ഗെയിൻ അപ്പൊ അറിയണം. ഡിഫറൻഷ്യൽ ഗെയിൻ എന്താണ്? ഡിഫറൻഷ്യൽ ഗെയിൻ എങ്ങനെയാ കാണുക? ഡിഫറൻഷ്യൽ ഗെയിൻ എങ്ങനെയാ കാണുക? R2 by R2 by R1. അപ്പൊ ഡിഫറൻഷ്യൽ ഗെയിൻ AD എന്താണ് വരിക? AD is equal to 100K divided by 1K equal to 100. അപ്പൊ അവിടെ നിന്ന് നമുക്ക് AC കിട്ടും അല്ലെ. അപ്പൊ AC എന്ത് വന്നു? AC equal to, which implies AC equal to AD by CMRR. AD 100, CMRR 1000 equal to 1/10 വരും. 0.1 അല്ലെ, 0.1. അപ്പൊ AC ആയി. അപ്പൊ ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാം. ഔട്ട്പുട്ട് വോൾട്ടേജ് is equal to AC into DC. AC is 0.1 into VC is 1 volt. This is equal to 0.1 volt. 0.1 volt ആണ് ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ മില്ലി വോൾട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും തരിക. കാരണം ഓപ്പാമ്പിന്റെ കേസിലൊക്കെ നമ്മളുടെ ചെറിയ വോൾട്ടേജ് ആയിരിക്കില്ലേ. 100 മില്ലി വോൾട്ട് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആൻസറിൽ ഉണ്ടാകും. സോ ആൻസർ ഈസ് 100 മില്ലി വോൾട്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. CMRR of the differential amplifier of figure shown is equal to. ഇതിന്റെയും CMRR കാണാനാണ് ക്വസ്റ്റ്യൻ. വേഗം കാണൂ. ഇവിടെ നമുക്ക് V1 V2 ആണ്. ഡിഫറൻഷ്യൽ ഗെയിൻ ഉണ്ടാകും കാരണം സെപ്പറേറ്റ് വോൾട്ടേജസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യണം. CMRR ആണ് കാണേണ്ടത്. CMRRന്റെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. AD by AC ആണ് അല്ലെ. വേർ AD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ മോഡ് ഗെയിൻ ആണ്. ഡിഫറൻഷ്യൽ ഗെയിനിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ രണ്ട് ഡിഫറൻഷ്യൽ ഇൻപുട്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 90യോ? ആൻസർ ആണോ പറഞ്ഞേ? അല്ല, ഡിഫറൻഷ്യൽ ഗെയിൻ 90 ആണോ വരിക? ഡിഫറൻഷ്യൽ ഗെയിൻ 90 ആയിരിക്കോ വരിക? ഡിഫറൻഷ്യൽ ഗെയിൻ ഫുള്ള് 90 മാത്രമേ വരുള്ളൂ. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഇവിടെ രണ്ട് സോഴ്സുകൾ സൂപ്പർ പൊസിഷൻ ഒക്കെ അപ്ലൈ ചെയ്യണ്ടേ? ആദ്യം V2 ഗ്രൗണ്ട് ചെയ്യാം ഇല്ലേ? അതല്ലേ, അതും കൂടെ ചെയ്യേ. അതായത് രണ്ട് ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ A1 എഴുതാം. A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഗെയിൻ വെൻ V2 grounded. Okay, then A2 കണ്ടുപിടിക്കണം. It is the gain
വെൻ V1 ഗ്രൗണ്ടഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിനിന്റെ ഇക്വേഷൻ A1 മൈനസ് A2/2 ആണ്. കോമൺ മോഡ് ആണെങ്കിൽ A1 പ്ലസ് A2 ആണ്. എന്നിട്ട് നമ്മൾ ഈ CMRRന്റെ എക്സ്പ്രഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ A1 നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ V1 മാത്രം കൺസിഡർ ചെയ്യണം. അപ്പൊ ഇൻവേർട്ടിംഗ് ആണ്. അപ്പൊ -90 അത് നേരത്തെ പറഞ്ഞതാണ്. A1 ഈക്വൽ ടു -90 എന്നുള്ളത് പറഞ്ഞതാണ്. -RF/RI ചെയ്താൽ മതി. -90/1. അപ്പൊ ആ ഗെയിന് -90 ആണ്. ഇനി വെൻ V2 എലോൺ, V1 ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് നോൺ ഇൻവേർട്ടിംഗ് മോഡിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ എന്താണ് 1 + RF/RI ആണ് ഇൻറ്റു ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് അല്ലെ. ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് എത്രയാണ്? ഇതിനെ ഞാൻ V+ എഴുതുകയാണെങ്കിൽ V+ന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? V+ = V2 into 100/101 V+ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + RF/RI അല്ലെ. 1 + RF/RI എന്ന് പറയുമ്പോൾ 1 + 90 into 100 ഗെയിൻ ആണ് കേട്ടോ. അപ്പൊ V2 ഉണ്ടാവില്ല /101. ഇത് ഏകദേശം ചെയ്യുമ്പോൾ എത്ര വരും? എത്ര വരും? 91 into 100. 91 അല്ലേ? 9.1 ഒക്കെ അല്ലേ ഏകദേശം വരുള്ളൂ? 90.1 ഒക്കെ അല്ലേ വരുള്ളൂ? അപ്പൊ രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ CMRRന്റെ എക്സ്പ്രഷനിൽ ഇടാം. CMRR = AD/AC. AD എന്ന് പറയുന്നത് A1 മൈനസ് A2 / 2 ആണ്. AC എന്ന് പറയുന്നത് A1 + A2 ആണ്. ഓക്കെ, ഇത് രണ്ടും ചെയ്താൽ മതി. 90 -90.1 / 2 into -90 + 90.1. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് -90 -180.1 ഇത് രണ്ടും ഏകദേശം ക്യാൻസൽ ആയി പോകും അല്ലെ. 0.1 ഉണ്ടാവുള്ളൂ. 0.1 into 2 എന്ന് പറയുമ്പോഴത്തേക്കും 0.2 വരും. 0.2. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ. ഇത് എത്ര വരിക? 1801 / 2 എന്ന് എഴുതിയാൽ മതി അല്ലെ. അപ്പൊ ഏകദേശം 900 പോയിന്റ് സംതിങ് വരും. 900 അല്ലെ. മൈനസ് ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്. പക്ഷെ CMRR എടുക്കുമ്പോൾ നമ്മൾ മോഡുലസ് എടുത്തിട്ടാണ് ചെയ്യുക. -900 പോയിന്റ് സംതിങ് വരും. 0.5 ഒക്കെയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ CMRRന്റെ വാല്യൂ 900.5. മിസ്, ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് A1 - A2 നമ്മൾ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇല്ലേ? നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ഞാൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതിയതാണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ പഠിക്കുന്നതാണ്. A1 - A2/2 ആണ്. ഇങ്ങനെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. നമുക്ക് 2 ഇൻപുട്സ് 2 വോൾട്ടേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ വോൾട്ടേജും കോമൺ മോഡ് വോൾട്ടേജും അപ്ലിക്കബിൾ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിനിന്റെ എക്സ്പ്രഷൻ A1 - A2 / 2 ഡിഫറൻഷ്യൽ കോമൺ മോഡ് ഗെയിനിന്റെ ഇക്വേഷൻ A1 + A2 ആയിരിക്കും. A1 - A2 ആണോ A2 - A1 ആണോ ഡിഫറൻഷ്യൽ ഗെയിൻ വരുന്നത്? എങ്ങനെ? എനിക്ക് ക്ലിയർ ആയില്ല ചോദിച്ചത്. ഡിഫറൻഷ്യൽ ഗെയിൻ വരുന്നത് A1 - A2 ആണോ അതോ A2 - A1 ആയിട്ടാണോ വരുന്നത്? A1 - A2. അതായത് പോസിറ്റീവ് ടെർമിനലുള്ള എടുത്താലും പ്രശ്നമില്ല. കാരണം നമ്മൾ CMRRൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മോഡുലസ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇക്വേഷൻ A1 - A2 തന്നെയാണ്. മിസ്, ഒരു ഡൗട്ട്. ഇപ്പൊ മുന്നത്തെ ക്വസ്റ്റ്യനിലെ നമ്മൾ AD ഡയറക്റ്റ് R2/R1 അല്ലേ എടുത്തത്? ഏതിലാ നേരത്തെ ആദ്യം ഇതിന്റെ ചെയ്തത്? തന്നെ ഇതില് അതെ, ഇവിടെ പക്ഷെ 2 ഇൻപുട്ട് ഉണ്ടല്ലോ. 1 1. അവിടെ നമ്മൾ സെയിം ഇൻപുട്ട് അല്ലേ വരുന്നേ?
ഇവിടെ നമുക്ക് രണ്ടും സെയിം ഇൻപുട്ട് അല്ലേ വരുന്നേ? അതെ. അപ്പൊ കോമൺ സിഗ്നൽ ആണോ അപ്ലൈ, ആ കോൺസെപ്റ്റിലാണോ ഗെയിൻ അങ്ങനെ എടുത്തേ? അതെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പ്-ആംപ് figure has a very poor open loop voltage gain of 45. ഓപ്പൺ ലൂപ്പ് OL ആണ് തന്നിരിക്കുന്നത് 45. ബട്ട് ഈസ് അതർവൈസ് ഐഡിയൽ അല്ലെ? ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻഫിനിറ്റി വരണം. പക്ഷെ ബാക്കിയെല്ലാം ഇൻപുട്ടിൻ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്, ടെർമിനലിലേക്ക് കറണ്ടുകളൊന്നും ഫ്ലോ ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആണ്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ മാത്രം ഇൻഫിനിറ്റിക്ക് പകരം 45 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ? ഇത് ഫീഡ്ബാക്ക് ഉണ്ട്, അപ്പൊ ക്ലോസ് ലൂപ്പ് ഗെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ACL ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണെങ്കിലും ഐഡിയൽ ഓപ്പാമ്പിന്റെ കേസിലാണ് നമ്മൾ 1+RF/RI ഗെയിനിന്റെ എക്സ്പ്രഷൻ എഴുതിയിരുന്നത്. ഗെയിൻ ഇസ് ഈക്വൽ ടു 1+RF/RI എന്ന് പറയുന്നത് ഐഡിയൽ ഓപ്പാമ്പിന്റെ കേസിലാണ്. കംപ്ലീറ്റ്ലി ഐഡിയൽ ഗെയിൻ ഇതെല്ലാം എന്താണ് ഇൻഫിനിറ്റി, OLും ഇൻഫിനിറ്റി ആവുന്ന കേസിലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബേസിക്കിൽ നിന്ന് തുടങ്ങണം അല്ലെ? നമ്മൾ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ACL ഈക്വൽ ടു ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഡിവൈഡഡ് ബൈ 1+ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻറ്റു ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐഡിയൽ ഓപ്പാമ്പിന്റെ കേസിൽ 4.5 ആണോ ആൻസർ ആണോ പറയുന്നത്? അതെ 4.5 ആണോ? അതെ, 4.5 വോൾട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഈ എക്സ്പ്രഷനിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. നമുക്ക് ഓൾറെഡി OL തന്നിട്ടുണ്ട്. ബീറ്റ മാത്രം കണ്ടുപിടിക്കണം. ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് അല്ലെ? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് അല്ലെ? അപ്പൊ ഇവിടെയാണ് നമുക്ക് ഫീഡ്ബാക്ക് വോൾട്ടേജ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഫീഡ്ബാക്ക് ആണ് അല്ലെ? അപ്പൊ എന്തായിരിക്കും? VF ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? ഫീഡ്ബാക്ക് ആണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് അതിൽ ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അല്ലെ? ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഇത് AOL, ഇത് ബീറ്റ അല്ലെ? ഇവിടെയാണ് നമുക്ക് ഫീഡ്ബാക്ക് വോൾട്ടേജ് വരുന്നത് അല്ലെ? ഈ ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണ് നമുക്ക് ഈ ഒരു ഫാക്ടർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്, ഇതാണ് അതിന്റെ ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇത് VF ഫീഡ്ബാക്ക് വോൾട്ടേജ്. സോ ബീറ്റ ഈക്വൽ ടു VF ഡിവൈഡഡ് ബൈ V ഔട്ട്. ഓക്കെ, ഇനി വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഇത് VF കണ്ടുപിടിക്കാം. VF എന്തായിരിക്കും? ഇത് VF എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ആണ് അല്ലെ? VF എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ആണ്. എന്താണ് VF എന്ന് പറയുന്നത്? വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് പറഞ്ഞേ. ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. V ഔട്ട് ഇവിടെയാണ് വരുന്നത്. സോ VF ഇസ് ഈക്വൽ ടു V ഔട്ട് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 + 8 അല്ലെ? സോ VF ഇസ് ഈക്വൽ ടു V ഔട്ട് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 + 8 10. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു V ഔട്ട് ഡിവൈഡഡ് ബൈ 5. ഇതാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബീറ്റ എന്ത് വരും? VF ബൈ V ഔട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഈ V ഔട്ടിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ 1/5 ആണ് ബീറ്റ എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സ്പ്രഷനിൽ അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ടാൽ മതി. ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ACL ഇസ് ഈക്വൽ ടു AOL 45 തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ 1 + AOL വീണ്ടും 45 ഇൻറ്റു ഫീഡ്ബാക്ക് ഫാക്ടർ 1/5. ഓക്കെ, അപ്പൊ ഇവിടെ 9 വരും. 45 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 4.5. ഗെയിൻ ആണ്, അപ്പൊ റേഷ്യോ ആണ് 4.5. ഓക്കെ അല്ലേ? ഇതിന് ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല. ഒന്നുകൂടെ പറയുമോ? ഇത് ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷനകത്ത് കൊടുത്താ പോരെ? അപ്പൊ നമുക്കൊന്നൊരു സമയം എളുപ്പമായിരിക്കില്ലേ? അത് കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചത്. R1 + RF divided by R1 into R1 + RF by L. അടുത്തൊരു ക്വസ്റ്റ്യൻ. An op-amp has an offset
voltage of 1 millivolt and is ideal in all other aspects. If this op amp is used in the circuit shown figure, the output voltage will be. അപ്പോൾ ഓഫ്സെറ്റ് വോൾട്ടേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു 1 millivolt ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാ? സി ആണോ? പ്ലസ് ഓർ മൈനസ് 1 വോൾട്ടാ? ചെയ്ത് നോക്കണം, ഞാൻ നോക്കിയില്ല. 1 millivolt ആണ് ഓഫ്സെറ്റ് ഉള്ളത്. അപ്പൊ നമ്മളുടെ പ്ലസ് ടെർമിനൽ ഓൾറെഡി ഗ്രൗണ്ടഡ് ആണ്. അപ്പൊ നമ്മൾ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ്സെറ്റ് വോൾട്ടേജ് എന്തായിരുന്നു? ഔട്ട്പുട്ട് 0 ആക്കാൻ വേണ്ടി ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയലി നമ്മൾ വിത്തൗട്ട് എനി ഇൻപുട്ട്, ഇവിടെ നമ്മൾ ഇൻപുട്ട് ഒന്നുമില്ല, അപ്പൊ നമ്മൾ 0 വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ദർ വിൽ ബി സം ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്തൗട്ട് എനി ഇൻപുട്ട്. അപ്പൊ അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 millivolt ഓഫ്സെറ്റ് വോൾട്ടേജ് നമ്മളപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്നു അല്ലെ. ഇവിടെ നെഗറ്റീവ് ടെർമിനലിലാണ് നമ്മൾ കൊടുക്കുന്നത്, കാരണം ഇത് ഡയറക്റ്റ് ഗ്രൗണ്ടഡ് ആയത് കാരണം നമ്മൾ ഇവിടെയാണ് ഓഫ്സെറ്റ് വോൾട്ടേജ് ക്യാൻ ബി കൺസിഡർഡ് ഇൻ ഐദർ ഓഫ് ദ ടെർമിനൽ. ഏതിൽ വേണമെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യാം. പക്ഷെ ഇത് ഡയറക്റ്റ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന കാരണം നമ്മൾ ഇവിടെയാണ് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുന്നത്. സോ നെഗറ്റീവ് ടെർമിനൽ ആയത് കാരണം നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -RF/RI ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് 1 millivolt VOS എന്ന് എഴുതാം ഓഫ്സെറ്റ് വോൾട്ടേജിന്. സോ -1 M divided by 1K into 1 millivolt എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് -1 ഇവിടെ ഉള്ളായിരുന്നു ഒരു 10⁻³ ഉണ്ട്, ഇൻറ്റു 1 millivolt എന്ന് പറയുമ്പോൾ ഒരു 10⁻³ ഉണ്ട്. അത് ക്യാൻസൽ ആയാലും -1 വോൾട്ട് എന്ന് വരും. പക്ഷെ നമുക്ക് ഓഫ്സെറ്റ് വോൾട്ടേജ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതുകൊണ്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് 1 വോൾട്ട് ആകാം. ഓക്കെ, ഓപ്ഷൻ സി ആ കറക്റ്റ്. മറ്റേ ടെർമിനലിൽ കൊടുത്താൽ വല്ല പ്രശ്നം ഉണ്ടാവോ? മറ്റേ ടെർമിനലിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യനിൽ നമ്മളുടെ സർക്യൂട്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് അല്ലേ അവിടെ. നമ്മൾ പണ്ട് ചെയ്ത അതായത് നമ്മൾ ഇൻപുട്ട് ടെർമിനലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇൻപുട്ട് ടെർമിനലിലാണ് നമുക്ക് ഓഫ്സെറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന കാരണം ആ എഫക്ട് ഉണ്ടാവില്ലല്ലോ, അത് 0 വോൾട്ടേജ് തന്നെയായിരിക്കില്ലേ. കാരണം വേറെ പണ്ട് ചെയ്ത പ്രോബ്ലത്തിന് ചെയ്തപ്പോ പക്ഷെ അതിന് മറ്റേ ടെർമിനലിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ നമുക്ക് ഏത് ടെർമിനലിലും ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് നമുക്ക് ഇന്ന ടെർമിനലിൽ കൊടുക്കണം എന്നുള്ളതൊന്നുമില്ല. നമ്മൾ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആണ് നമ്മളത് ചെയ്യുക. മിസ്സേ, അപ്പൊ ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്തെ നമ്മളിപ്പം ഇൻപുട്ട് ടെർമിനൽ ഏതാ നോക്കിയിട്ട് അതിൽ കൊടുക്കുകയാണോ വേണ്ടത്? ഓഫ്സെറ്റ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ ഭയങ്കര എക്കോയാണ് കേൾക്കുന്നേ. നമ്മളിപ്പോ ഒരു ഇൻപുട്ട് ടെർമിനൽ ഉണ്ടാവില്ലേ, അപ്പം അതിലൊരു സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ സോഴ്സിന്റെ കൂടെ ആഡ് ചെയ്യണോ വേണ്ടത്? അവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഇപ്പം ഇവിടെ ഒരു സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഓഫ്സെറ്റ് വോൾട്ടേജും കൂടെ നമ്മൾ വീണ്ടും ഒരു എത്രയാണോ തന്നിട്ടുള്ള അത്രയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കും. മിസ്സേ, നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിന് ഓപ്പോസിറ്റ് ടെർമിനലിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി ഗ്രൗണ്ടഡ് ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല അത്. മിസ്സേ, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ടെർമിനലിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ക്വസ്റ്റ്യൻ ചെയ്തത് അതിൽ ആ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നോ? ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെയാണ് കൊടുക്കണേന്ന് വിചാരിക്കുക, 1 millivolt ഇവിടെ കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് നോൺ ഇൻവേർട്ടിംഗ് ആയില്ലേ. അപ്പൊ 1 + RF/RI എന്ന് വരും. 1 + RF/RI എന്ന് പറയുമ്പോഴത്തേക്കും 1 + 10⁻³ എന്ന് വരും. 1001 വരും അല്ലെ. 1001 വരും. 1001 ഇൻറ്റു ഇവിടെ വരുന്ന 1 millivolt. അപ്പൊ എത്രയാ വരുന്നേ? 1.001 വരും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ അപ്രോക്സിമേറ്റ് ടു നിയറസ്റ്റ് വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം ഓഫ്സെറ്റ് വോൾട്ടേജ് നമ്മൾ എടുക്കുന്നത്. സോ അക്കോർഡിംഗ്ലി പ്ലസ് ഓർ മൈനസ് 1 വോൾട്ടേജ് തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് തന്നെ വരുള്ളൂ. അങ്ങനെയാണെങ്കിലും ഇവിടെ നമുക്ക്
കറക്റ്റ് 1.001 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആകും. കാരണം നെറ്റിലൊക്കെ റെഫർ ചെയ്തപ്പോഴും ഇക്വേഷൻ 1+RF/R1 അതൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ സെലക്ട് ടു ദ നിയറസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിലും ചെയ്യാം. സാധാരണ നോർമലി ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് ഓഫ്സെറ്റ് വോൾട്ടേജ് ആയത് കാരണം പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഇവിടെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടായിരുന്നോ അങ്ങനെയുള്ള ക്വസ്റ്റ്യനില് നെഗറ്റീവ് ടെർമിനലില്? നെഗറ്റീവ് ടെർമിനലിനകത്തൊരു സോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ വേറെ സോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ നമ്മൾ 1+RF/R1 എടുക്കുവാണെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് അല്ല ഔട്ട്പുട്ട് കിട്ടുന്നത്. അതെ, അപ്പം രണ്ടും നിയറസ്റ്റ് വാല്യൂ എടുത്താലേ ആൻസർ പ്ലസ് ഓർ മൈനസ് അല്ല, നമുക്ക് ഓഫ്സെറ്റ് വോൾട്ടേജ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് ആവാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് ആവാം. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്ലസ് ഓർ മൈനസ് സൈൻ ഇടുന്നത്. അല്ലാണ്ട് അവിടെ പോസിറ്റീവ് സൈൻ നെഗറ്റീവ് തന്നെ, നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കുന്ന കാരണം ഔട്ട്പുട്ട് നെഗറ്റീവും പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കുന്ന കാരണം അങ്ങനെ വരാൻ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു -1 വോൾട്ട് ആയിരുന്നെങ്കിലോ, -RF/R ഇൻറ്റു -1 വോൾട്ട് ആകുമ്പോൾ അത് പോസിറ്റീവ് വോൾട്ടേജ് വരില്ലേ ഔട്ട്പുട്ടില്? അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ആകാം. ഇൻപുട്ട് നമ്മൾ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് സോഴ്സിനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ ആ കേസിൽ നമുക്ക് അവിടെ നെഗറ്റീവ് ഔട്ട്പുട്ടും വരാം, പോസിറ്റീവ് ഔട്ട്പുട്ടും വരാം. ഇവിടെ പ്ലസ് ഓർ -1 വരാൻ കാരണം -1 എടുക്കാനായിട്ട് കാരണം ഇവിടെ നമ്മൾ 1 മില്ലി വോൾട്ട് ആണെന്ന് പറയണമെങ്കിലും ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് ഐദർ പ്ലസ് അല്ലെങ്കിൽ മൈനസ് സൈൻ ആവുന്നത് കാരണം നമുക്ക് ഗെയിനിൽ ഔട്ട്പുട്ടിൽ വരുമ്പം ഇക്വേഷൻ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. മാം ഇവിടെ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ കൊടുത്തുകൊണ്ട് -1 വോൾട്ടും നോൺ ഇൻവേർട്ടിംഗിൽ കൊടുത്തതുകൊണ്ട് +1 വോൾട്ടും, അതുകൊണ്ടാണോ പ്ലസ് ഓർ -1 വോൾട്ട് ആൻസർ ആയിട്ട് വന്നത്? ഇപ്പൊ 1 മില്ലി വോൾട്ട് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്സെറ്റ് വോൾട്ടേജ് ക്യാൻ ബി പ്ലസ് വോൾട്ട് അല്ലെങ്കിൽ മൈനസ് വോൾട്ട് ആവാം. ഇപ്പൊ പ്ലസ് വോൾട്ട് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി മൈനസ് ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് നമ്മളുടെ ഓഫ്സെറ്റ് വോൾട്ടേജ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, -1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതായത് ഇപ്പൊ നമുക്കൊരു ഇവിടെ ഒരു ഓസിലേഷൻസ് പോലെയുള്ളതാണെന്നുണ്ടെങ്കിലോ നമുക്ക് AC DC എന്ത് വേണേലും ആയിക്കൂടെ? ഇപ്പൊ AC വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് വോൾട്ടേജും വരാം, നെഗറ്റീവ് വോൾട്ടേജും വരാലോ. ഒരു ടെർമിനൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇൻവേർട്ടിംഗിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് ക്യാൻ ബി ഐദർ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ 1 വോൾട്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇൻവേർട്ടിംഗിലാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ 1 വോൾട്ട് വരുമ്പോഴത്തേക്കും -1 വരാം, പോസിറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് -1ഉം നെഗറ്റീവ് വരുന്ന സമയത്ത് നമുക്ക് +1ഉം വരും. അതേപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗിലാണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് AC ആണ് നമ്മൾ AC സോഴ്സ് ആയിട്ടാണ് നമ്മളുടെ ഓഫ്സെറ്റ് വോൾട്ടേജ് ആക്ട് ചെയ്യണമെന്നുള്ള കേസും നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് എന്താണ് 1+RF/R ഇത് വരുമ്പോൾ 1.001 വരാം, -1.001 വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. Next, the frequency compensation is used in op-amp to increase its frequency compensation. നമ്മൾ op-ampൽ യൂസ് ചെയ്യുന്നുണ്ട്. op-amp എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് op-ampൽ, അല്ലെ? അപ്പൊ ഈ ഫ്രീക്വൻസി കോമ്പൻസേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി, ടു ഇൻക്രീസ് ഗെയിൻ, ടു ഇൻക്രീസ് ബാൻഡ് വിഡ്ത്ത്, ഓൾ ഓഫ് ദി അബവ്. അതെ, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രീക്വൻസി കോമ്പൻസേഷൻ ചെയ്യുന്നത്. ഫ്രീക്വൻസി കോമ്പൻസേഷൻ ചെയ്യുമ്പോൾ ഗെയിൻ എന്താവും? ഗെയിൻ എന്തെങ്കിലും സംഭവിക്കുമോ? op-ampന്റെ ഒരു കൺസെപ്റ്റിൽ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം.
കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓപ്പാമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ബാൻഡ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും നമ്മൾ ഫ്രീക്വൻസി കോമ്പൻസേഷൻ ചെയ്യുമ്പോൾ. അപ്പൊ ആക്ച്വലി എന്താണ് ഈ ഫ്രീക്വൻസി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പാമ്പിൽ നമുക്ക് 4 സ്റ്റേജസ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും നമുക്ക് എന്താണ് ഗെയിൻ ഇൻക്രീസ് ചെയ്ത് മൾട്ടിപ്പിൾ ഗെയിൻ സ്റ്റേജസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗെയിൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഓരോ സ്റ്റേജസും എന്താണ് ഒരു നമ്മളതിന് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ടേംസിലേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജസും ഓരോ പോളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസി റെസ്പോൺസിൽ വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വരുന്നത്, ഈ ഒരു രീതിയിലല്ല വരുന്നത്. അപ്പൊ ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും നമുക്ക് ഓരോ പോളിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പൊ ഈ പോള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ദർ വിൽ ബി ഫേസ് ഷിഫ്റ്റ്. ഫീഡ്ബാക്ക് കോൺഫിഗറേഷനിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ഈ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓസിലേഷൻസ് അല്ലെ, ഫീഡ്ബാക്ക് ആയിരിക്കും, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും, അവിടെ നമുക്ക് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0 ആഡ് ചെയ്യണം. ഓരോ പോളിനും നമ്മൾ റെസ്പോണ്ടിങ് ആയിട്ട് 0 ആഡ് ചെയ്യണം. ഈ 0 ഇങ്ങനെ 0 ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രീക്വൻസി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താണ് എഫക്റ്റീവ്ലി ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുക, സ്റ്റെബിലിറ്റി ആണ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഗെയിന് ഓപ്പൺ ലൂപ്പിനെക്കാട്ടും കുറയുകയും ചെയ്യും, ബാൻഡ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ആവുന്നത്. ഗെയിനിനെക്കാട്ടും കൂടുതൽ ഇംപ്രൂവ് ആവുന്നത് സ്റ്റെബിലിറ്റിയാണ്. ഗെയിന് ഓപ്പൺ ലൂപ്പിനെക്കാട്ടും കുറയും, ബാൻഡ് വിഡ്ത്തും കുറയും. ഗെയിനും ബാൻഡ് വിഡ്ത്തും കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ ഗെയിന് കുറയുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടും. ആദ്യം ഞാൻ പറയുന്നത് ഓപ്പൺ ലൂപ്പിന്റെ കേസ് ആയിരുന്നു പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷനിലേക്ക് വരുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് സ്ലൈറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഈ ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോളിന്റെ ഇൻട്രൊഡക്ഷൻ കാരണം ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഫേസ് ഷിഫ്റ്റ് ബാൻഡ് വിഡ്ത്തിനെ റെഡ്യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, if the op-amp in figure has an input offset voltage of 5 millivolt and an open loop voltage gain of 10,000, then output voltage will be പ്ലസ് ഓർ മൈനസ് 15. അതെ, പ്ലസ് ഓർ മൈനസ് 15 വോൾട്ട്. സി, ഓപ്ഷൻ സി, പ്ലസ് ഓർ മൈനസ് 15 വോൾട്ട് ആണ്. നമുക്കിവിടെ ഓൾറെഡി ഓഫ്സെറ്റ് വോൾട്ടേജും തന്നിട്ടുണ്ട്, ഗെയിനും തന്നിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഗെയിൻ ടൈംസ് ഇൻപുട്ട് വോൾട്ടേജ് VOS. Okay, so 10,000 times 5 millivolt. This is equal to എത്ര വരിക, ഇത്രയും പോകും 50 വരും അല്ലെ. 50 വോൾട്ടേജ് ആണ് വരിക ആക്ച്വലി. പക്ഷെ ഇവിടെ നമുക്ക് പ്ലസ് 15ഉം മൈനസ് 15ഉം തന്നിട്ടുള്ളതായത് കാരണം ഇറ്റ് വോണ്ട് ബി ഇൻക്രീസ് ബിയോണ്ട് 15 വോൾട്ട്, പ്ലസ് ഓർ മൈനസ് 15 വോൾട്ട്. സോ നമ്മുടെ ആൻസർ ഇറ്റ് വിൽ പ്ലസ് 15 ഓർ മൈനസ് 15 വോൾട്ട് ആയിരിക്കും. Next question. Ideal op-amp has the following characteristics. Ri equal to infinity, A equal to infinity, Ro equal to 0. Ri equal to 0, A equal to infinity, Ro equal to 0. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി, ഗെയിൻ ഇൻഫിനിറ്റി, ഫസ്റ്റ് വൺ അല്ലേ, എ. അടുത്തൊരു ക്വസ്റ്റ്യൻ, an amplifier using op-amp with a slew rate of 1 volt per microsecond which has a gain of 40 dB. If this amplifier has to faithfully amplify sinusoidal signals from DC to 20 kilohertz without introducing any slew rate induced distortion, then the input signal level will be. Slew rate ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? സ്ലൂ റേറ്റ് is equal to rate of change of output voltage ന്റെ മാക്സിമം വാല്യൂ അല്ലെ, കറക്റ്റ് അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് സൈനുസോയിഡൽ ആണ്. സോ ഞാൻ അതിന് VM സൈൻ ഒമേഗ ടി എന്ന് എഴുതി. അപ്പം dV0/dt എന്ന് വരുന്നത് എന്തായിരിക്കും? VM 2πf ഒമേഗ അല്ലെങ്കിൽ 2πf ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് വരും അല്ലെ. ഇനി dV0/dt യുടെ മാക്സിമം വാല്യൂ
എന്താണ് ഇതിന്റെ മാക്സിമം വാല്യൂ ബൈ എഫ് അല്ലെ. കോസ് ഒമേഗ ടിക്ക് മാക്സിമം വാല്യൂ 1 ആണ് വരിക. അപ്പം ഇതിന്റെ മാക്സിമം വാല്യൂ Vm 2πf എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റ് ആണ്. സോ സ്ലൂ റേറ്റ് ഇസ് ഈക്വൽ ടു Vm into 2πfm. ഓക്കെ, സോ നമ്മളോട് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് സിഗ്നൽ ലെവൽ Vm ആണ് ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ്. സ്ലൂ റേറ്റ് ഡിവൈഡഡ് ബൈ 2πfm. ഓക്കെ, സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട് 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് 10⁻⁶ എഴുതാം. ഗെയിനോട് ഡിവൈഡ് ചെയ്യണ്ട. Vm ഔട്ട്പുട്ട് ഉണ്ടല്ലോ. എങ്ങനെ ഗെയിനും കൂടി ഉണ്ടാവില്ലേന്നോ? ഇവിടെ Vm എടുത്തിരിക്കുന്നത് ഗെയിൻ ഉണ്ട് ഔട്ട്പുട്ടിന്റെ ഗെയിൻ ടൈംസ് ഇൻപുട്ട് അല്ലേ? സോറി, ഗെയിൻ ഉണ്ട് കേട്ടോ. അപ്പൊ 10 into 10⁻⁶ ഡിവൈഡഡ് ബൈ 2πfm ഒക്കെ തന്നിട്ടുണ്ടോ? ഉണ്ട്. മാക്സിമം ഫ്രീക്വൻസി 20 kHz. സോ 20 into 10⁻³ into ഗെയിനോ? ഗെയിന് തന്നിട്ടുണ്ടോ? 40 dB തന്നിട്ടുണ്ട് അല്ലെ? 40 dB. അപ്പം ഗെയിന് 20 log A equal to 40. A എന്തായാലും 10² വരും അല്ലെ? 100. സോ ഇൻറ്റു 100 എത്രയാ വരിക? എത്രയാ വരിക? 10⁻³ 10⁻⁵ വരും, 10⁻⁶ വരും അല്ലെ? അപ്പൊ ഇത് അത് ക്യാൻസൽ ചെയ്താൽ 1/4π അല്ലെ? 1/4π അല്ലേ? 395 1/4π ചെയ്യുമ്പോഴാ ഞാൻ ഇത്രയും 1/4π വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. 1/4π ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ 1/4 കിട്ടുന്നുണ്ട്. 1/4π 395 ആണോ? അത് ഞാൻ അറിയില്ല. അല്ല, 1/4π എന്ന് പറയുമ്പം 0.0796. അപ്പൊ 79.5 അല്ലേ വരിക മില്ലി വോൾട്ടിലേക്ക് മാറ്റുമ്പോ? 79.5 മില്ലി വോൾട്ട്. ഏതെങ്കിലും ജസ്റ്റ് നിങ്ങളെ 1/4π എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് 1/4 എന്ന് പറയുമ്പോൾ 0.25, പൈ എന്ന് പറയുമ്പോൾ 3.14. അപ്പൊ നിങ്ങൾ ഇവിടെ 25 ഡിവൈഡഡ് ബൈ 314 ചെയ്യുമ്പം നമുക്ക് ഏതെങ്കിലും ആദ്യത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 7ൽ തുടങ്ങുന്നതാണോ 3ൽ തുടങ്ങുന്നതാണോ മനസ്സിലാവും. അപ്പൊ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ മില്ലി വോൾട്ടിലാണോ വോൾട്ടിലാണോ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മൾ 1-2 ഇത് ചെയ്യുമ്പോ തന്നെ. 2500 ഇടണം അല്ലെ? 2500 ഇടണം. അപ്പൊ 2 0 0.00 വരും. ഓക്കെ, 0.00 കിട്ടുന്നുണ്ട്. 0.0 2 0 വേണ്ട, 1 0 മതി. 0.0 വരും. ഇനി എത്രയാ? 7 3 21. അപ്പൊ 7 വരും അല്ലെ? ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി നമുക്ക് മില്ലി വോൾട്ടിലേക്ക് ആക്കുമ്പോഴത്തേക്കും എത്ര പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറ്റണം? 3 അല്ലെ? അപ്പൊ 0.0 കഴിഞ്ഞു 79 വരുമോ? അപ്പം 0.07 ഒരു ഫിഗറും കൂടെ വരും അല്ലെ? അപ്പൊ 79.5 എന്ന് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫുള്ള് ചെയ്യാണ്ട് തന്നെ നമുക്ക് കിട്ടും മില്ലി വോൾട്ടിലേക്ക് മാറ്റുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An ideal op-amp is ideal voltage controlled current source, voltage controlled voltage source, current controlled current source and current controlled voltage source. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് op-amp എന്ന് പറയുന്നത്. ബിക്കോസ് എന്താണ്, നമുക്ക് ആ op-ampന്റെ ഔട്ട്പുട്ട് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ V0 equal to AD into VD plus
AC ഇൻറ്റു VC എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത് ഡിഫറൻഷ്യൽ ഗെയിൻ, ഇത് കോമൺ മോഡ് ഗെയിൻ. ഇനിയിപ്പോ കോമൺ മോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ AD/VD എന്നാണ്. ഇത് ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണ്. അപ്പം ഇൻപുട്ടിൽ കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. Find the current I in the circuit. An ideal op-amp is used and it is powered by a dual supply of plus or minus 15 volt. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടോ? ഉണ്ടോ? അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ ചോദിച്ചതാണ്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാസം നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു അല്ലെ. അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് ഇതിന്റെ ആൻസർ? എക്സാം അറ്റൻഡ് ചെയ്തവരല്ലേ നിങ്ങൾ? 2.5 മില്ലി ആംപിയർ അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഇതെന്താണ്? ഇറ്റ്സ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് അല്ലെ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. കാരണം നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് +5 വോൾട്ടിൽ, +5 വോൾട്ട് കൊടുത്തിരിക്കുന്നത് പ്ലസ് ടെർമിനലിലാണ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് വരും? V0 = 1 + RL/RI വരും അല്ലെ. ഐഡിയൽ ഓപ്പ്-ആമ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടെർമിനലിലേക്ക് നമുക്ക് 0 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് വരുന്ന കറണ്ട് ഇങ്ങോട്ടേക്ക് പോവില്ല. ഫുള്ള് കറണ്ടും ഈ ഒരു പാത്തിലൂടെ തന്നെ പോവുള്ളൂ. സോ ഈ I തന്നെയായിരിക്കും ഈ 2K റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറണ്ട് കാണാനായിട്ട് എളുപ്പമാണ് അല്ലെ. അപ്പൊ ഈ വോൾട്ടേജ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ വോൾട്ടേജ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഐഡിയൽ ഓപ്പ്-ആമ്പിന്റെ കൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെ. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ +5 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും +5 വോൾട്ട് ആയിരിക്കും. +5. ഓക്കെ. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് കറണ്ട് എന്ത് വരും? I = ഈ 2K റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് തന്നെ 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 2K. 5/2 is 2.5. K മേളിൽ പോകുമ്പോൾ മില്ലി ആംപിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ 2.5 മില്ലി ആംപിയർ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമ്മുടെ AE PWയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. An ideal op-amp is powered by a dual supply of plus or minus 15 volt. Compute the current I1 through the resistor R1 അല്ലെ. അപ്പൊ R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഇതാണ്. ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ സർക്യൂട്ട് തന്നെ അനലൈസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. നിങ്ങൾ കണ്ടുപിടിച്ചോ? എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 6 മില്ലി ആംപിയർ ആയിരുന്നു. ഡി ആണോ പറയണേ? ഡി ആണോ? സി അല്ലേ? -6 മില്ലി ആംപിയർ ആണെന്ന് ഓർമ്മയില്ല. സി ആണോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക? നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. സോ ഇവിടെ നമ്മളൊരു കറണ്ട് സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് അല്ലെ. ഐഡിയൽ ഓപ്പ്-ആമ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് 0 ആംപിയർ കറണ്ട് ആണ്. ഇവിടെ ഓൾറെഡി ഗ്രൗണ്ടഡ് ആണ്. 0 ആംപിയർ കറണ്ട് ആണ് ഇവിടെയും ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഫുള്ള് കറണ്ട് I ഇതിലൂടെ ഫ്ലോ ചെയ്യും, ഇതിലൂടെ ഫ്ലോ ചെയ്യും. ഇതും I തന്നെ. I = 2 മില്ലി ആംപിയർ തന്നെയാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് അല്ലെ. ഈ ടെർമിനൽ 0 വോൾട്ടിലായിരിക്കും. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് 0 വോൾട്ടിലായിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഈ R2 എന്ന് പറയുന്ന റെസിസ്റ്ററിൽ വരുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ +- വരും അല്ലെ. എത്രയാണ്? 2 × 2 മില്ലി ആംപിയർ പോയിട്ട് 4 വോൾട്ട് വരും. 4 വോൾട്ട് വരും. ഇത് 4 വോൾട്ട് ആണ് അല്ലെ. ഇത് പ്ലസും ഇത് മൈനസും ആണ്. അപ്പൊ ഈ ടെർമിനലിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പൊ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്താണ് അല്ലെ? ഇത് ഗ്രൗണ്ട് ആണ്. ഇങ്ങനെയാണ് നമുക്ക് 4 വോൾട്ട് +- സൈൻ വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന വോൾട്ട് എന്തായിരിക്കും? ഇവിടെ വരുന്ന വോൾട്ട് - എന്നുള്ളതായിരിക്കും അല്ലെ. മൈനസ് ഇങ്ങനെയായിരിക്കും 4 വോൾട്ട് വരുന്നത് അല്ലെ. അപ്പൊ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? ഇവിടെ കറണ്ട് ഫ്ലോ ഇങ്ങനെയായിരിക്കും അല്ലെ. എത്ര കറണ്ട് ഫ്ലോ ചെയ്യും ഇതിലൂടെ? ഈ 1K റെസിസ്റ്ററിലൂടെ. ഇത് 4 വോൾട്ടും ഇത് 1K ആകുമ്പോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? 4 മില്ലി ആംപിയർ. അപ്പൊ 4 മില്ലി ആംപിയർ ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഓക്കെ. ഇങ്ങനെ 2 മില്ലി ആംപിയറും വരും അല്ലെ. ഇങ്ങനെ 2 മില്ലി ആംപിയർ വരും. ഇങ്ങനെ 4 മില്ലി ആംപിയറും വരും.
അപ്പൊ അത് രണ്ടും കൂടെ പിന്നെ ഫ്ലോ ചെയ്യുന്നത് ഈ ഓപ്പാമ്പിലേക്കാണ് അല്ലെ. അപ്പൊ ഈ ഡയറക്ഷനിൽ നമുക്ക് എത്രയാണ് 4 + 2 6 മില്ലി ആംപിയർ പോകും. നമ്മളോട് ചോദിച്ചിട്ടുള്ള കറണ്ട് I1 ഈ ഡയറക്ഷനിലുള്ളതാണ്. സോ ദാറ്റ് വിൽ ബി I1 എന്ന് പറയുന്നത് I1 - 6 മില്ലി ആംപിയർ. അപ്പൊ ഓപ്ഷൻ സി കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓപ്പാമ്പിന്റെ സർക്യൂട്ട് കാണുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ വോൾട്ടേജ് കറണ്ട് അതിന്റെയൊക്കെ ഡിവിഷനും കാര്യങ്ങളും റൂൾസും മാത്രം അറിയേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഓപ്പാമ്പിന്റെ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അറിയണം അപ്ലൈ ചെയ്യുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ടൈം പീരീഡ് ഓഫ് ദ ജനറേറ്റഡ് സ്ക്വയർ വേവ് ഈസ് ഗിവൺ ബൈ. ഏത് സർക്യൂട്ട് ഇത്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട് ആണിത്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടിന്റെ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വേണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഡിറൈവ് ചെയ്ത് വരുമ്പോൾ കുറെ സമയം എടുക്കും. എന്തായിരുന്നു എക്സ്പ്രഷൻ? 2RC ln 1 plus beta by 1 - beta, where beta is feedback factor ആണ് ആൻഡ് ആറും സിയും നമുക്ക് ഈ സർക്യൂട്ടിൽ തന്നിട്ടുള്ള ആറും സിയും ആണ്. ഓക്കെ, സോ ബീറ്റയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഈ സർക്യൂട്ടിൽ നിന്ന് ബീറ്റ ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വരുന്നത്. ഇപ്പൊ എന്താ വരിക? R2 by R1 plus R2. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടണത്? 15K divided by 15 plus 5K 20K അല്ലെ. അപ്പൊ ഇത് 3/4 വരും ബീറ്റ. അപ്പൊ നമുക്ക് ടൈം പീരീഡിന് എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T is equal to 2 into RC തന്നിട്ടില്ല, അപ്പൊ 2RC ln of 1 plus 3/4 by 1 minus 3/4 equal to 2RC ln of ഇവിടെ എന്ത് വരും? 7 വരും അല്ലെ. 7/4 ഇവിടെ 1/4 വരും. അപ്പൊ 4 ക്യാൻസൽ ആയാൽ 7/1 or 7 വരും. 2RC ln of 7. സോ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു, എളുപ്പമായിരുന്നു ഓപ്പാമ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എയുടെ പരീക്ഷയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രാക്ടിക്കൽ ഓപ്പാമ്പ് ഈസ് കോൺഫിഗർഡ് ആസ് ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് എ ഗെയിൻ ഓഫ് 100. മാക്സിമം ഫ്രീക്വൻസി അറ്റ് വിച്ച് ആൻ അൺഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഈസ് 10 kHz. ഇത് ഗെയിൻ ആണ്. If the op-amp has a slew rate of 0.25 volt per microsecond, what is the maximum peak voltage of the sinusoidal input that can be applied? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയാണ് സ്ലൂ റേറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ലൂ റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് അതിന്റെ മാക്സിമം വാല്യൂ അല്ലെ. ഇതെന്താണ് വരിക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക? cos omega A into അതിന്റെ മാക്സിമം വാല്യൂ എഴുതിയാൽ മതി. VM to ϕf അല്ലെ. സൈനൊക്കെ കോസ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് ആയിട്ട് അത് പോയി മാക്സിമം വാല്യൂ ആയി. അപ്പൊ VM is equal to slew rate divided by A into 2πf എന്ന് വരും. സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട് 0.25 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആകുമ്പോൾ ഇൻറ്റു 10⁶ ന്യൂമറേറ്ററിൽ വരും. ഡിവൈഡഡ് ബൈ ഗെയിൻ 100 തന്നിട്ടുണ്ട് ഇൻറ്റു 2π ഇൻറ്റു എഫ് 10 kHz തന്നിട്ടുണ്ട്. 10 × 10⁻³ അല്ലെ. അപ്പൊ ഇവിടെ 10⁴ 10⁶ താഴെ വന്നു. അപ്പൊ ഇതെല്ലാം ക്യാൻസൽ ആക്കാം. 2.5 divided by 2.25 divided by 2π 0.25 divided by 2π അത് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം എത്രയാ വരിക. 3.14 ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് 25 divided by 2 into എങ്ങനെ എഴുതാം? 25 divided by 2 into 314 പോയിന്റ് പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. 12.5 divided by 314 എന്ന് വരും. എത്ര വരിക? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 0.0398 വോൾട്ട്. ഇതാണ് മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ്.
അടുത്തൊരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഇൻ ദ സർക്യൂട്ട് ഷോൺ an input signal Vi is applied as indicated. Which of the following best describes the output V0? എന്താണ് ഇത്? ഈ സർക്യൂട്ട് ഏതാ? ഡിഫറൻഷിയേറ്റർ. ഡിഫറൻഷിയേറ്റർ ആണോ? ഡിഫറൻഷിയേറ്ററിന് സി പാരലൽ ഫീഡ്ബാക്കിലല്ലേ വരുന്നേ? കപ്പാസിറ്റർ അല്ല, ഇന്റഗ്രേറ്ററിനല്ലേ? ഇന്റഗ്രേറ്ററിനാണ് വരുന്നത്. ആ മിസ്, ഇന്റഗ്രേറ്ററിനാണ് വരുന്നത്. ഓക്കെ. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാവില്ല അല്ലെ? ഇവിടെ കപ്പാസിറ്റർ മാത്രമേ നമുക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലെ? പാരലൽ കോമ്പിനേഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി ഔട്ട് ഇസ് ഈക്വൽ ടു -1/RC ഡെറിവേറ്റീവ് എന്നുള്ള ആ എക്സ്പ്രഷൻ ഇട്ടാൽ കിട്ടുമോ ഔട്ട്പുട്ട് വോൾട്ടേജ്? കിട്ടുമോ? ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ചെയ്ത് നോക്കിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയോ? ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഒന്ന് ചെയ്ത് നോക്കൂ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ്. അല്ലെങ്കിൽ നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കോൺഫിഗറേഷൻ എടുത്തിട്ട് ചെയ്താലും മതി. ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്തോളൂ. അത് ചെയ്താൽ കിട്ടുമോ നോക്കാം. -RC എന്തായിരുന്നു? V0 = -RC ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ? ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട് T/1000 എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ വരുമോ? -1/RC അല്ലായിരുന്നു ഡിഫറൻഷിയേറ്ററിനോ? -1/RC ഇന്റഗ്രേറ്ററിലല്ലേ വരുന്നേ? -RC ആണ്. -RC ഉള്ളൂ. ഇതില് ഏതാണ് R C യും ഇതിനകത്ത് വരുന്നതില്? ഫീഡ്ബാക്ക് ആണ് വരിക കേട്ടോ. ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ഞാൻ ഇവിടെ വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് RF എന്ന് എഴുതാം. എന്താ വരിക? -2 × 10⁻³ ഇൻറ്റു സി തന്നിട്ടില്ല, സി അവിടെ തന്നെ ആക്കട്ടെ. ഡെറിവേറ്റീവ് ഓഫ് Vn d/dt ഓഫ് Vn എന്താ വരുന്നത്? d/dt ഓഫ് T/1000 equal to -2 × 10⁻³ ഇൻറ്റു സി 1/1000 ഇൻറ്റു ഡെറിവേറ്റീവ് 1 ആണ് ടിയുടെ അല്ലെ? ദിസ് ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു ഈ 10⁻³ 10⁻³ ക്യാൻസൽ ആക്കി കളയാം അല്ലെ? -2 × സി എന്ന് മാത്രമല്ലേ വരുള്ളൂ. അപ്പൊ അത് നമുക്കിവിടെ ആൻസറേ ഇല്ല. അപ്പൊ അത് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ, സർക്യൂട്ട് ഇങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ഇത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ല? ഇങ്ങനെയാണ് നമ്മളുടെ ഡിഫറൻഷിയേറ്ററിന്റെ സർക്യൂട്ട്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇത് ഞാൻ വായിക്കുന്നേ. ഇതെങ്ങനെ ചെയ്യും നമ്മള്? ഇത് നമുക്ക് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് Vi = T/1000 കൊടുത്തിരിക്കുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ഗ്രൗണ്ടഡ് ആണ്. സോ കൺസിഡർ ഇറ്റ് ആസ് ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ള ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് Vo = -ZF ബൈ, ഇവിടെ കപ്പാസിറ്റർ ഉള്ളത് കാരണമാണ് ഞാൻ സെഡിന്റെ ടേംസിൽ എഴുതുന്നത്, ഇംപിഡൻസിന്റെ ടേംസിൽ കേട്ടോ. ZIN × Vi എന്ന് എഴുതാം അല്ലെ? ZF എന്ന് പറയുന്നത് എന്താണ്? ZF = ഫീഡ്ബാക്ക് റെസിസ്റ്റർ തന്നെയാണ്. ഇനി Z ഇൻപുട്ട് ആണെങ്കിലോ ഈ 1K യും C യും പാരലലാണ് അല്ലെ? 1K പാരലൽ വിത്ത് C. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1K × 1 × 10⁻³ ഇൻറ്റു സിയുടെ റിയാക്ടൻസ് എന്ന് പറയുന്നത് 1/jωc ഡിവൈഡഡ് ബൈ, ഞാൻ ഇതിനെ R ഇടാം, എന്നിട്ട് നമുക്ക് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. R parallel C. So R × 1/jωc divided by R plus 1/jωc equal to R divided by 1 plus jωRC.
അല്ലെ 1 പ്ലസ് ജെ ഒമേഗ ആർ സി. ഇതാണ് ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പ്രഷൻ എഴുതാം. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എഴുതിയാൽ എന്ത് വരും? വി ഒ ഇസ് ഈക്വൽ ടു മൈനസ് സെഡ് എഫ് മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ സെഡ് ഐ. സെഡ് ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ആർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി. അപ്പൊ ഈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി മേളിലോട്ട് പോയാൽ 1 പ്ലസ് ജെ ഒമേഗ ആർ സി മേളിലോട്ട് പോകും. ഇവിടെ 6 അല്ലെ, 6 വരും. ഓക്കെ, ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് വി ഐ അല്ലെ. ഇനി ഞാൻ ഇതിന്റെ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കോംപ്ലക്സ് ടേം ഉള്ളത് കാരണം ഇതിനെ ലാപ്ലേസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് അല്ലെ. അപ്പം വി സീറോ ഓഫ് എസ് ഈക്വൽ ടു, ഇതൊക്കെ കോൺസ്റ്റന്റ് ടേം ആണ്, മൈനസ് ആർ എഫ് ബൈ ആറ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഇൻറ്റു ഈ വി ഐനെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ടി ബൈ 100 കൂടി എടുക്കാം. മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 1 പ്ലസ് ജെ ഒമേഗ ആർ സി ഇൻറ്റു ടി ബൈ 1000. ഇവിടെ 1000 കൂടെ എഴുതട്ടെ. ഓക്കെ, ഇൻറ്റു ഇവിടെ എന്ത് വന്നു? 1 പ്ലസ് ജെ ഒമേഗ എസ് ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ ജെ ഒമേഗ ഈക്വൽ ടു എസ് ആവും. 1 പ്ലസ് എസ് ആർ സി ഇൻറ്റു ടി. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എസ് സ്ക്വയർ ആണ്. ഈ രീതിയിലേക്ക് മാറ്റി എഴുതി. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാവേ. ഒരു അടുത്ത പേജിലേക്ക് എഴുതാം. അപ്പൊ മൈനസ് ആർ എഫ് ബൈ ആർ. ആർ എഫ് എത്രയാണ്? 2k ആണ്. ആർ എത്രയാണ്? 1k ആണ്. 2k ഡിവൈഡ് ബൈ 1k എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 എന്ന് മാത്രം വരും. സോ 2 ബൈ 1000. V0 of S is equal to minus 2 by 1000 into ഇവിടെ 1 ബൈ എസ് സ്ക്വയർ ഉണ്ടാകും. പിന്നെ ഒരു ആർ സി ബൈ എസ് എന്ന് പറഞ്ഞ ടേം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 1 into 1 by s square 1 by s സ്ക്വയറും എസ് ആർ സി ബൈ എസ് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും ആർ സി ബൈ എസ് into 1 by 1 by s square plus rc by s. This is equal to minus 2 by 1000. ഇനി നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. ഓക്കെ, അപ്പൊ V0 of t ടൈം ഡൊമൈനിലേക്ക് മാറ്റാം. മൈനസ് 2 by 1000 ഇൻറ്റു 1 by s സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? t ആണ് അല്ലെ. ആർ സി ബൈ എസിന്റെ ആണെങ്കിലോ 1 by s-ൻ്റെത് 1 ആണ്. പ്ലസ് ആർ സി എന്ന് വരും. So this is equal to minus 2 by 1000. Minus 2 by 1000-നെ ഞാൻ പോയിന്റിലേക്കാണ് ആൻസർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോയിന്റിലേക്ക് എഴുതാം. മൈനസ് 0.002 ഇൻറ്റു ടി പ്ലസ് ആറും സിയും എത്രയായിരുന്നു? ആറും സിയും എത്രയായിരുന്നു? ആറും സിയും സി തന്നിട്ടില്ല അല്ലെ. സി ഇങ്ങനെ തന്നെയാണ്. ഫീഡ്ബാക്ക് റെസിസ്റ്റർ 2 ആണ്. സോ 2k 2k into c. This is equal to minus 0.002 t minus 1k അല്ലേ? 1 ആണ്. ഫീഡ്ബാക്ക് റെസിസ്റ്റർ അല്ലല്ലോ. ഓക്കെ അല്ല 1k 1k into c അല്ലെ. ഇവിടെ ഇത് 2 എന്നാക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിലോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 ആകും. 2 into 1 into c minus 2c. ഈ ഒരു ആൻസർ ഉണ്ടോ? മൈനസ് 0.002 t minus 2c. മൈനസ് 2c അല്ലെ. ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? ഓപ്ഷൻ എ. അപ്പൊ ഈ രീതിയിൽ നമുക്കത് ചെയ്യാം കേട്ടോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ.
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ. എളുപ്പത്തിന് ചെയ്യാനാണ് നമ്മൾ ലാപ്ലേസ് ഡൊമൈനിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും പ്രയാസമാകൂലേ ചെയ്യാനായിട്ട്. ഇത് ഇപ്പൊ നമുക്ക് ഈ ഒരു ടേം ഉള്ളത് നമുക്ക് കോംപ്ലക്സ് ടേം വന്നില്ലേ, ഫ്രീക്വൻസി ഡൊമൈൻ ടേം വന്നില്ലേ. ചെറിയ രീതിയിലുള്ളത് പഠിക്കുക. ഇങ്ങനെയുള്ള ഇൻപുട്ടുകളൊക്കെ ചില സമയത്ത് A×T എന്ന് പറയുന്ന ഇൻപുട്ടൊക്കെ അപ്ലൈ ചെയ്യും, ഇങ്ങനെ ഇന്റഗ്രേറ്ററിലും ഡിഫറൻഷിയേറ്ററിലും ഒക്കെ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലോ അല്ലെങ്കിൽ ലാപ്ലേസ് ഡൊമൈനിലോ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും ഈസി ആവുക. അപ്പൊ ഇങ്ങനത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആ രീതിയിൽ ചെയ്യാനുണ്ടാവുന്നുള്ളത്. യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് റാമ്പ് എന്നൊക്കെയുള്ള ആ ഒരു ഇൻപുട്ടുകൾ വരുമ്പോഴാണ് അത് വരിക. അടുത്ത ക്വസ്റ്റ്യൻ 555 നിന്നാണ്. 555 ടൈമർ സർക്യൂട്ട് ഈസ് വയർഡ് ആസ് ഷോൺ with an output taken from pin number 3. The component values are R1 equal to 10 kilo ohm, R2 equal to 20 kilo ohm, and C is equal to 0.1 microfarad. What is the duty cycle? ഇതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതായിരുന്നു. ഡ്യൂട്ടി സൈക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? ഡ്യൂട്ടി സൈക്കിൾ ഇൻ പെർസെന്റേജ്. ഇതാണ് കാണേണ്ടത്. എന്തായിരുന്നു ഇക്വേഷൻ? 555 ടൈമറിൽ നമ്മളിവിടെ RB എന്ന് പറയുന്ന റെസിസ്റ്റർ ഇട്ടിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡ്യൂട്ടി സൈക്കിൾ ഈക്വൽ ടു RA പ്ലസ് RB ഡിവൈഡഡ് ബൈ RA പ്ലസ് 2RB ഇൻറ്റു 100%. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ പഠിച്ചത്. അപ്പൊ ഇവിടെ RAയുടെ സ്ഥലത്ത് R1 ആണ് സർക്യൂട്ട് തന്നിട്ടുള്ളത്, RBയുടെ സ്ഥലത്ത് R2 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. R1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 10K, RBയുടെയും വാല്യൂ തന്നിട്ടുണ്ട് 20K ഡിവൈഡഡ് ബൈ 10K പ്ലസ് 2 ഇൻറ്റു 20 40K ഇൻറ്റു 100% വരും. 30K ഡിവൈഡഡ് ബൈ 50K ഇൻറ്റു 100%. അപ്പൊ 3/5 വരും. 3/5 മീൻസ് 30/5 0.6 ഇൻറ്റു 100% ഈക്വൽ ടു 60 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ PLL-ലുണ്ട്. നമുക്ക് ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ 1.2 ഡിവൈഡഡ് ബൈ 4RC എന്നുള്ള ഒരു ഇക്വേഷൻ ഇല്ലേ. അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ കേസിൽ ഡ്യൂട്ടി സൈക്കിളിന്റെ എക്സ്പ്രഷൻ, ഓപ്പാമ്പ് വെച്ചിട്ടുള്ളതാണെങ്കിൽ അവിടെ ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ എക്സ്പ്രഷനും അതുപോലെ ടൈം പീരീഡിന്റെ എക്സ്പ്രഷനും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക. പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് അടുത്തത് PLL-ന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. PLL 565 സർക്യൂട്ട് ഈസ് ഒബ്സർവ് ടു ഹാവ് എ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഓഫ് 3 kHz. F0 നമുക്ക് തന്നിട്ടുണ്ട് 3 kHz. ഓക്കെ. ഇഫ് ദ ടൈമിംഗ് കപ്പാസിറ്റർ യൂസ്ഡ് ഈസ് 0.01 മൈക്രോഫാരഡ്. കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റർ എക്സ്റ്റേണൽ ആയിട്ട് പിൻ നമ്പറിൽ കണക്ട് ചെയ്യുന്നതാണ് 0.01 മൈക്രോഫാരഡ്. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററും ഉണ്ടാകും. അതിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ F0 ഈക്വൽ ടു 1.2 ഡിവൈഡഡ് ബൈ 4R1 C1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ. ഇവിടെ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാം അല്ലെ, അല്ലെങ്കിൽ R1 കണ്ടുപിടിക്കാം. 1.2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു F0 ഇൻറ്റു C1. എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് തന്നിട്ടുള്ളതാണ്. 1.2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു മാക്സിമം ഫ്രീക്വൻസി 3 kHz ആണ്, 3 ഇൻറ്റു 10⁻³ ഇൻറ്റു C1 എന്ന് പറയുന്നത് 0.01 മൈക്രോഫാരഡ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1.2. ഇവിടെ എത്രയാ വരുന്നതെന്ന് നോക്കിയേ. 1.2 ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇത് 10⁻⁻6 -2 കൂടെ കൂട്ടുമ്പോൾ 10⁻⁸ വരും. ഈ 3 കുറയ്ക്കുമ്പോൾ 10⁻⁵ വരും. അത് മേളിലേക്ക് പോയാൽ 10⁵5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 12 അല്ലെ. അല്ലെങ്കിൽ നമുക്കിത് 12 ഇൻറ്റു 10⁻⁴/12 എഴുതാം. 12 12 ക്യാൻസൽ ആയി പോകും. അപ്പൊ 10⁻⁴ ആണ് ആറിന്റെ വാല്യൂ അല്ലെ. അതിനെ നമ്മൾ ഇവിടെ എല്ലാം കിലോ ഓമിൽ തന്നിരിക്കുന്ന കാരണം അപ്പൊ ആറിനെ നമ്മൾ കിലോ ഓമിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10 kilo ohm എന്നാണ് വരിക. 10 kilo ohm. ഓപ്ഷൻ ഫസ്റ്റ് എ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
An op-amp has a slew rate of 5 volt per microsecond. Largest sine wave output voltage possible at a frequency of 1 megahertz. ഇത് കഴിഞ്ഞ തവണത്തെ AP യുടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. സ്ലീവ് റേറ്റിന്റെ എക്സ്പ്രഷൻ. സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ലീവ് റേറ്റ് ഇസ് ഈക്വൽ ടു dV0 ഡിവൈഡ് ബൈ dt മാക്സിമം. എങ്ങനെയാ ചെയ്യാം? ചെയ്തിട്ട് പറഞ്ഞേ. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്ര വരിക? V is equal to S by 2 pi. V is equal to SR divided by 2 pi F. So 5 into 10 raised to 6 divided by 2 pi into 1 into 10 raised to 6. 10 raised to 6 cancel ആയിപ്പോയി. 5 divided by 2 pi. ഇത്രയും എന്താണ്? വോൾട്ടേജ് അല്ലെ? അപ്പൊ ഇതാണ് നമുക്ക് മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. V0 മാക്സിമം 5 divided by 2 pi. So option D. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും AP യുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഹാസ് എ ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് 20,000 CMRR of 80 dB, ദ കോമൺ മോഡ് ഗെയിൻ. ഇതും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. CMRR 80 dB തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും? 20 log CMRR is equal to 80. CMRR log CMRR is equal to 80 by 20 എന്ന് പറയുമ്പോൾ 4. CMRR വരുമ്പോൾ 10 to the power of 4. CMRR 10 to the power of 4. ഇനി CMRRന്റെ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. നമ്മളോട് കോമൺ മോഡ് ഗെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം AD ഡിവൈഡഡ് ബൈ CMRR. AD തന്നിട്ടുണ്ട് 20,000. So 20,000 divided by 10 raised to 4. അല്ലെ? ഇത് 2 into 10 raised to 4 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 10 raised to 4 എന്ന് വരുമ്പോൾ ആൻസർ 2. സോ ഓപ്ഷൻ A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. An amplifier has an open loop gain of 100, input impedance of 1 kilo ohm and an output impedance of 100 ohm. If feedback network with feedback factor 0.99 is connected in voltage series feedback mode, then new input and output impedances are. In voltage series feedback, നിങ്ങൾ അനലോഗ് സർക്യൂട്ട്സിൽ പഠിച്ചിട്ടുണ്ടാകും. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഓപ്പൺ ലൂപ്പ് ഗെയിൻ തന്നിട്ടുണ്ട്, AOL 100 തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് ഇംപിഡൻസ് തന്നിട്ടുണ്ട് RI 1 കിലോ ഓം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ RI അല്ലെങ്കിൽ ZI. നമുക്ക് ആംപ്ലിഫയർ എന്തൊക്കെ കമ്പോണന്റ് ആണെന്ന് അറിയില്ല, ഞാൻ ഇംപിഡൻസിന്റെ ടേമിലായിരുന്നു ZI. ഇനി ഔട്ട്പുട്ട് ഇംപിഡൻസ് ZO തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 100 ഓം. ഓക്കെ, ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ തന്നിട്ടുണ്ട് 0.99. ഓക്കെ, അപ്പൊ നമുക്ക് ഫീഡ്ബാക്ക് സീരീസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇൻപുട്ട് ഇംപിഡൻസ് എന്താകും? അതായത് എന്താണ്? ഇൻപുട്ട് ഇംപിഡൻസും ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ZIC ആൻഡ് ZOC ഇത് രണ്ടുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിനിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ക്ലോസ്ഡ് ലൂപ്പ് ഗെയിനിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? A by 1 plus A beta. A divided by 1 plus A beta. ഇൻപുട്ട് ഇംപിഡൻസിന്റെ എന്തായിരിക്കും? ZIF അല്ലെങ്കിൽ ZIC. ക്ലോസ്ഡ് ലൂപ്പ് എന്നുള്ള ബേസിലാണ് എഴുതിയിരിക്കുന്നത്. എന്തായിരുന്നു? ZI 1 plus A beta. ZOC എന്താ? ZO ഡിവൈഡഡ് ബൈ കുറയല്ലേ ചെയ്യാ, ഔട്ട്പുട്ട് ഇംപിഡൻസ് വീണ്ടും കുറയുക ചെയ്യാം. അപ്പൊ ZO ഡിവൈഡഡ് ബൈ 1 plus A beta. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ. അപ്പൊ ഈ എക്സ്പ്രഷൻ ചെയ്താൽ മതി. നമ്മളോട് ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ZIC ഈക്വൽ ടു എന്ത് വരും? ZI തന്നിട്ടുണ്ട് 1 കിലോ ഓം. സോ 1 കിലോ ഓം എന്ന് പറയുമ്പോഴത്തേക്കും 1000 ഇൻറ്റു 1 plus A beta. A 100, beta 0.99 അല്ലെ? അപ്പൊ 99 plus 1 100 ഇൻറ്റു 1000 എന്ന് പറയുമ്പോഴത്തേക്കും
എത്രയാ വന്നേ 100 into 1000 എന്ന് പറയുമ്പോൾ 100K 100 kilo ohm. ZOC is ZO divided by 1 plus A beta. ZO എത്രയായിരുന്നു 100 ohm ആണ്. 100 ohm divided by 1 plus open loop gain 100 ആണ്, beta 0.99. Okay. അപ്പൊ ഇത് 99 plus 100 ആയി. 100 by 100 1 ohm അല്ലെ. അപ്പം 100 kilo ohm 1 ohm അല്ലെ. ഓർഡർ ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻപുട്ട് 100 kilo ohm, ഔട്ട്പുട്ട് 1 ohm. സോ ഓപ്ഷൻ സി കറക്റ്റ്. ഇത് എപിയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. വാട്ട് ഡസ് വി ഔട്ട് ഈക്വൽ ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്? ഈ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മോർ ദാൻ 1 സോഴ്സസ് ഉണ്ട്. സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് 2 സോഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കോൺഫിഗറേഷൻ ആണ്. ഇൻഡിവിജ്വൽ ചെയ്തിട്ട് ആഡ് ചെയ്താൽ എത്രയാ വരുന്നതെന്ന് നോക്കും. ഫസ്റ്റ് 2 millivolt മാത്രം കൺസിഡർ ചെയ്യാം. 2 millivolt എലോൺ. മിസ് നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ. നെറ്റ് ഇഷ്യൂ ഉണ്ടോ? കേൾക്കുന്നില്ല? കുഴപ്പമൊന്നുമില്ല മിസ്സേ. കുഴപ്പമില്ലല്ലോ. 2 millivolt എലോൺ കണക്ട് ചെയ്ത് വരുമ്പോ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും? VO1 കൊടുക്കാം. VO1 എന്തായിരിക്കും? ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ ഞാൻ വരച്ചു നോക്കാം. 2 millivolt മാത്രം വരുമ്പോൾ ഉള്ളത് 2 milliampere into 8.2. 2 milliampere into എന്ന് വരുമോ? 2 milliampere into എന്ന് വരുമോ? അപ്പൊ ഈ റെസിസ്റ്ററിന്റെ എഫക്ട് ഇല്ല. ഇല്ല 2 into 8.2. ഫീഡ്ബാക്ക് എന്താണ്? -8.2 K ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ വരിക ഇൻപുട്ടില്? ഫസ്റ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു റെസിസ്റ്റർ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ 2 millivolt, ഇത് 1K, ഇതും 1K. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് കൊണ്ട് ഒരു 8.2K. 8.2K അല്ലെ? ഇവിടെ വരുന്ന 0 വരില്ലേ? 0 വരുമ്പം 1K ഇല്ലേ ഗ്രൗണ്ട് ചെയ്ത്, അതിന് മേളിൽ 0 അല്ലേ വരുമോ? അപ്പൊ അത് എഫക്റ്റ് ഉണ്ടാവോ? എവിടെ എവിടെ? ഇവിടെയോ? ഗ്രൗണ്ട് 0 വോൾട്ടേജ് ആണെന്നല്ലേ ഉള്ളൂ. ഇവിടെ 0, ഇത് 0 വോൾട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 0 വോൾട്ട്, ഇവിടെ 0 വോൾട്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന് എഫക്റ്റ് ഇല്ല. അത് വന്നാൽ നമുക്കത് കറക്റ്റ് ആൻസർ ആവുമോ? എനിക്ക് ഇതിന്റെ ആൻസർ കീ പ്രകാരം -41 millivolt ആണെന്ന് തോന്നുന്നത്. കിട്ടുന്നുണ്ടോ നോക്കി നോക്കൂ. അങ്ങനെ ചെയ്താല് അപ്പൊ -8.2K ഡിവൈഡ് ബൈ 1K ഇൻറ്റു 2 millivolt അല്ലെ? ഇപ്പൊ എത്രയാ വരിക? -8.2 into 2 -41 വരും അല്ലേ? ഓക്കെ, എത്രയാ? 16.4 അല്ലേ വോൾട്ട്. V02 എന്താ വരിക? V02 -8.2K ഡിവൈഡഡ് ബൈ അപ്പം ഇവിടെ ഈ റെസിസ്റ്റൻസിന് എഫക്റ്റ് ഉണ്ടാവില്ല 1K അല്ലെ? 1K ഇൻറ്റു 3 millivolt. അപ്പം ഇത് എത്ര വരിക? 24.6 അല്ലെ? millivolt ആണ് കേട്ടോ, millivolt. ഇത് ആഡ് ചെയ്യുമ്പോൾ 10 അല്ലെ വരും അല്ലെ? -41 വരും. -41 millivolt. സോ ഓപ്ഷൻ എ കറക്റ്റ്. അങ്ങനെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. If the internal capacitor of op-amp is 20 picofarad and the maximum current to charge the capacitor is 10 microampere, what is the slew rate? Simple question, ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. സ്ലീവ് റേറ്റ് എത്രയാണെന്ന് പറയും? സ്ലീവ് റേറ്റ് ഈസ് എന്തായിരുന്നു സ്ലീവ് റേറ്റിന്റെ ഇക്വേഷൻ? 2π FV.
2πfv എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ സൈനസോയിഡൽ വോൾട്ടേജ് ഒക്കെ കൊടുക്കുന്ന സമയത്താണ്. അല്ലാണ്ട് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? dv/dt. ഇതാണ് സ്ലീവ് റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഓപ്പാമ്പിന്റെ ഇന്റേണൽ കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുന്നുണ്ട്. 20 പീക്കോ ഫാരഡ് ആണ്. അതിലൂടെയുള്ള കറണ്ട് 10 മൈക്രോ ആംപിയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിക്കണം. സോ I is equal to നമ്മൾക്കറിയാം C into dv/dt ആണെന്നറിയാം. ഈ dv/dt നമുക്ക് കണ്ടുപിടിക്കാം. dv/dt എന്ന് പറയുന്നത് എന്തായിരിക്കും? I/C ആണ്. ഇതിന്റെ മാക്സിമം വാല്യൂ എടുക്കുമ്പോൾ മാക്സിമം കറണ്ട് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് വാല്യൂ വരും. അപ്പൊ I മാക്സ് ആണ് തന്നിട്ടുള്ളത്. മാക്സിമം കറണ്ട് 10 മൈക്രോ ആംപിയർ തന്നിട്ടുണ്ട്. കപ്പാസിറ്റൻസിന്റെ വാല്യൂ 20 പീക്കോ ഫാരഡ് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ അത് എത്രയാ വരിക? 10/20 എന്ന് പറയുമ്പോൾ 0.5 വരും. 1/2 0.5 വരും. 0.5 മൈക്രോ പീക്കോ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മേളിലൊരു 10⁶ വരും അല്ലെ. 10⁶ പോകും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ഇങ്ങനെ എഴുതാം. ഈ 10⁶ അടിയിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഓപ്ഷൻ എ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. അടുത്തത്, what is the value of the output voltage VO with the input AT where A is a constant and T is time? ഉണ്ടോ? ഇത് വേറൊരു PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തു അല്ലെ. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിഫറൻഷിയേറ്ററിന്റെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇൻപുട്ട് VI is equal to AT എന്നാണ് തന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ അതേ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി. എത്ര പേരെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേ. അതേപോലെ ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. VI AT ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതാം. ഈക്വൽ ടു -ZF/ZI into VI. ZF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെസിസ്റ്റർ തന്നെയാണ്. ZI നമ്മൾ കണ്ടുപിടിക്കണം. ZI is equal to R പാരലൽ C ആണ് അല്ലെ. R into 1/jωC/R+1/1/jωC. Okay, this is equal to R divided by R plus 1 plus jωC. R divided by 1 plus jωRC. ഇനി അത് ഇവിടേക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ 1 plus jωRC മേളിലേക്ക് പോയി. ഇവിടെ താഴെ ഒരു R ഉണ്ട്. VI എന്ന് പറയുന്നത് A into T എന്നാണ്. A into T എന്നാണ്. ഇതിനെ നമ്മൾ ലാപ്ലേസിലേക്ക് എടുക്കുമ്പോൾ V0 of S is equal to -RF/R ചെയ്യാം. എത്രയാ വരിക? 1 kilo ohm by 1 മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻³ വരും അല്ലെ. മൈനസ് ഉണ്ട് 10⁻³ ഓക്കെ. A കോൺസ്റ്റന്റ് ആണ്. അതും അവിടെ തന്നെ വെച്ചു. ഇനി ബാക്കിയുള്ളത് 1 plus jωS കൊടുത്തു. 1 plus SRC into T ഇടത് 1/S². So this is -10⁻³ A into 1/S² plus RC/S. V0 of S ആണ്. ഇതിനെ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. V0 of T is equal to -10⁻³ A. 1/S² T പ്ലസ് RC 1/S 1 വരും ഇൻറ്റു RC. ഇനി RCക്ക് ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. -10⁻³ A ഇൻറ്റു T പ്ലസ് RC എത്രയാ വരിക? 1 kilo ohm 1 മൈക്രോ ഫാരഡും ആണ്. അപ്പം 10⁻³ എന്ന് വരും അല്ലെ. 10⁻³ തെറ്റുക. 10⁻³ ആൻസർ എന്താണ്? അതൊന്നുമില്ല. ശരി, RF/R 2 അല്ലേ വരുന്നത്? 2K/1K അല്ലേ? എവിടെ? V0 of S സ്റ്റാർട്ട് ചെയ്ത സമയത്ത് RF/R എന്ന് പറയുമ്പോൾ ഓക്കെ 2/1 അല്ലെ. 2/1 എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരും. ഓക്കെ.
minus 2a. ഇപ്പൊ ശരിയായോ? ഇപ്പൊ എന്തുവരും? മൈനസ് 280 മൈനസ് 2 into 10 raised to minus 3 അല്ലെ? അത്ര ഇൻറ്റു എ ഇൻറ്റു എ. 2a പുറത്താണ് അല്ലേ ആൻസറിൽ? ഓക്കെ, 2a പുറത്താണ്. അപ്പൊ മൈനസ് എ 2 into a t പ്ലസ് 10 raised to minus 3 അതുണ്ടല്ലേ? ആൻസർ ഉണ്ടല്ലോ, ഇതല്ലേ? ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? ഇതെവിടെ വരെ മതി? മൈനസ് 2a into t പ്ലസ് 10 raised to minus 3. കറക്റ്റ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. വാല്യൂ ഓഫ് V0 in the above circuit. V0 ആണ്. ഇത് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഇത് 1K, ഇത് 1 വോൾട്ട്, ഇത് 2 വോൾട്ട്, ഇത് 2 കിലോ ഓം, ഇതും 2 കിലോ ഓം. V0 എന്താണ്? ഇവിടെ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. ബാലൻസിങ് അത് എന്നാലും അങ്ങനെ ചെയ്താലും മതി. നോക്കട്ടെ, ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും 2 into 1 ഇവിടെ 2 into 1. ഓക്കെ, കറക്റ്റ് ചെയ്യാൻ പറ്റും. ആൻസർ എത്രയാ വരണേ? 2 വോൾട്ട് ആണ്. ആൻസർ 2 വോൾട്ട് ആണ്. ഓക്കെ, 2 വോൾട്ട് ആണ്. അപ്പൊ ഞാൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട് എടുത്തിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. അടുത്തത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. CMRR ഓഫ് 741 op amp is approximately equal to 90 dB. 90 dB. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു ഐഡിയൽ op amp 741ന്റെ CMRR dBയിൽ 90 dB ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരെണ്ണം, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. An ideal operational amplifier does not have infinite voltage gain, infinite input impedance. ഓപ്ഷൻ സി കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് നോക്കണേ, നെഗറ്റീവ് സെന്റൻസ് ആയിട്ടൊക്കെ തരുമ്പോൾ ശ്രദ്ധിക്കണം. ആംപ്ലിഫയർ യൂസിങ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ is shown below. Value of Vout divided by Vin. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? Vout divided by Vin എത്രയാണ്? -10. RF ആറിനും തന്നിട്ടുണ്ട് കേട്ടോ, -10. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഗെയിൻ Vout ഡിവൈഡഡ് ബൈ Vin ആണ് നമ്മളോട് ചോദിക്കുന്നത്. Vout ഡിവൈഡ് ഗെയിനിന് നമുക്ക് മൈനസ് വാല്യൂ വരുമോ? Vout ഡിവൈഡ് ബൈ V എന്ന് പറയുന്നത് ഗെയിൻ ആണ്. ഈ മൈനസ് സൈൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗെയിൻ ആണ്. ടെണ്ണും -10 ഉള്ളത് കാരണമാണ്. ഇതിന്റെ ഇത് PSC ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിന്റെ ആൻസർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഞാൻ. -10 ആണോ 10 ആണോ തന്നിട്ടുള്ളത് എന്ന്. ഇത് ഞാൻ കൺഫേം ചെയ്ത് പറയും. 13ാമത്തത് ഞാൻ നാളെ പറയാം. പക്ഷെ ആ രീതിയിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്നുള്ളതാണ്. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 10 വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ -10 എഴുതണം. PSC കൊടുത്ത ആൻസർ കീ എന്താണെന്ന് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇതിന്റെ ആൻസർ തീരുമാനിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. CMRR ഓഫ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഷുഡ് ബി as small as possible, close to 0, close to unity, and as large as possible. CMRR എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. എന്താണ് അത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എലിമിനേറ്റിംഗ് അല്ലെങ്കിൽ റിജക്റ്റിംഗ് ഓൾ ദ കോമൺ മോഡ് സിഗ്നൽ കമ്മിങ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ op amp അല്ലെ? അപ്പൊ അത് എത്രത്തോളം റിജക്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക്
ഓപ്പാമ്പ് ഐഡിയൽ കേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ CMRR ഷുഡ് ബി വെരി ഹൈ. അപ്പോഴാണ് നമുക്ക് കോമൺ മോഡ് ഗെയിൻ വളരെ സ്മോൾ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, certain non-inverting amplifier has Ri equal to 2 kilo ohm, Rf equal to 100 kilo ohm. Closed loop voltage gain will be എത്രയാണ്? നോൺ ഇൻവേർട്ടിംഗ് ആണ്. 51 ആണ്. 1 plus Rf by Ri ആണ് എക്സ്പ്രഷൻ, ഗെയിനിന്റെ എക്സ്പ്രഷൻ. സോ 51. അടുത്ത ക്വസ്റ്റ്യൻ, in differential mode of op-amp, if output voltage is equal to the difference between output of individual transistors, its amplitude will be dash the amplitude of the signal voltage yielded at collector to ground. Question എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമ്മളുടെ ഡിഫറൻഷ്യൽ മോഡ് ഓപ്പാമ്പ്, ഡിഫറൻഷ്യൽ ഓപ്പാമ്പിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് വരുന്നത് എന്താണ്? 2 ട്രാൻസിസ്റ്റർ അല്ലെ, 2 ട്രാൻസിസ്റ്റർ ഉണ്ട്. 2 ട്രാൻസിസ്റ്ററിന്റെയും കളക്ടറിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ഓരോ സിംഗിൾ ഔട്ട്പുട്ട് വീതം സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും അല്ലെ. ഇനി നമ്മൾ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ഈ 2 കളക്ടറിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് കളക്ടറിൽ നിന്ന് നമുക്ക് ഒരു മാക്സിമം വോൾട്ടേജ്, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയെന്ന് വിചാരിക്കാം, വി ആണെന്ന് വിചാരിക്കുക. ഇനി രണ്ടാമത്തതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതിന്റെ ഇൻവേർട്ടഡ് ആയിരിക്കും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളതായിരിക്കും, -V. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് വരുമ്പോൾ V മൈനസ് -V എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് 2V ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് മാക്സിമം വരുന്നത് ട്വൈസ് ആണ്. ഓപ്പാമ്പിന്റെ ഇൻപുട്ട് സ്റ്റേജ് ഡിഫറൻഷ്യൽ ഇൻപുട്ടും ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് അല്ലേ? ഓപ്പാമ്പിന്റെ ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ഓപ്പാമ്പ് വരുന്നത് അതെ, സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ഇല്ലല്ലോ. സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ഇല്ല. പക്ഷെ നമ്മൾ ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വരയ്ക്കുന്നത്, നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഓർമ്മ വന്നതാണ്. കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യനകത്ത് ഓപ്പാമ്പിന്റെ ഇൻപുട്ട് സ്റ്റേജ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആൻഡ് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആണ് അവർ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഡിഫറൻഷ്യൽ അല്ല, ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താണ്, ആ രണ്ടിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ഓപ്പാമ്പ് വരുന്നത് ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആൻഡ് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് അല്ലേ വരുമോ? അതെ അതെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ട്വൈസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ മോഡ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സിംഗിൾ എൻഡഡ് അല്ല. Common mode voltage gain of op-amp is generally less than 1, greater than 1, equal to 1. Less than 1 ആയിരിക്കണം അല്ലെ. ഡിഫറൻഷ്യൽ ഗെയിനിനെക്കാട്ടും വളരെ വളരെ കുറഞ്ഞായിരിക്കണം, എന്നാലേ നമുക്ക് CMRR ഹൈ വാല്യൂ കിട്ടുള്ളൂ. 741 op-amp has gain bandwidth product of 2 MHz. If a non-inverting amplifier using this op-amp has a voltage gain of 40 dB, then its 3 dB bandwidth is എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 2 MHz 20 kilohertz ആണ് അല്ലെ. ഗെയിൻ ഇൻറ്റു ബാൻഡ്വിഡ്ത്തിന്റെ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 2 MHz ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 dB ബാൻഡ്വിഡ്ത്ത് ആണ്, 3 dB ബാൻഡ്വിഡ്ത്ത് അല്ലെ. അതിന്റെ കർവൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 dBയിൽ വരുന്ന ഈ ഇതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്നും കറസ്പോണ്ടിങ് ഗെയിൻ, അത് രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. യൂഷ്വലി യൂണിറ്റി ഇതിലാണ് നമ്മൾ എടുക്കുക. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് യൂണിറ്റി ആവുന്ന കേസിലാണ് നമ്മളത് എടുക്കുക. അതാണ് അതിന്റെ മാക്സിമം ബാൻഡ് വിഡ്ത്ത് വരുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു എന്താണ്, 2 മെഗാ ഡിവൈഡഡ് ബൈ ഗെയിന്. ഗെയിന് 40 dB ആണ്. അതിന് നോർമൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10² കിട്ടും, 100. സോ 100 അപ്പൊ എത്ര വരും? 2 × 10⁴ വരും. 2 × 10⁴ വരും. കിലോയിലേക്ക് മാറ്റുമ്പോൾ 20K. അടുത്തത്
what part of the characteristic curve of a diode is useful for log amplifiers? ലോഗരിതമിക് ആംപ്ലിഫയറും ആന്റി ലോഗരിതമിക് ആംപ്ലിഫയറും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോഗരിതമിക് ആംപ്ലിഫയറിലാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ലോഗരിതം ഓഫ് ഇൻപുട്ട് ആയിരിക്കും അല്ലെ, നാച്ചുറൽ ലോഗരിതം ഓഫ് ദി ഇൻപുട്ട് ആയിരിക്കും. RC LN മൈനസ് ആണ്, ഇൻവേർട്ടിങ്ങിലാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ മൈനസ് RC LN പിന്നെ നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ അത് ആ ലോഗരിതമിക് ആംപ്ലിഫയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഡയോഡിന്റെ ഏത് പാർട്ടിലായിരിക്കും ഈ ലോഗരിതമിക് വാല്യൂ ഔട്ട്പുട്ടിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബിറ്റ്വീൻ ദ കട്ട് ഇൻ വോൾട്ടേജ് 0യും 0.7ന്റെയും ഇടയിലുള്ള വോൾട്ടേജിന്റെ ആ ഒരു ഇൻപുട്ട് വോൾട്ടേജിനായിരിക്കും ഈ മാക്സിമം നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് പ്രൊജക്ട് ചെയ്തിട്ട് കാണിക്കുക. സോ ദ ലോഗ് റീജിയൻ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 0.7 വോൾട്ട് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. അടുത്തത്, മെയിൻ പർപ്പസ് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഈസ് ടു ആംപ്ലിഫൈ ഡാഷ് സിഗ്നൽസ് ദാറ്റ് ആർ റൈഡിംഗ് ഓൺ ഡാഷ് കോമൺ മോഡ് വോൾട്ടേജസ്. ഏതാണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ? എന്ത് ടൈപ്പിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യണത്, എന്ത് ടൈപ്പ് സിഗ്നലിനെയാണ് ആംപ്ലിഫൈ ചെയ്യണതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. വെരി വെരി സ്മോൾ സിഗ്നലിനെയാണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷനിലൊക്കെ നമുക്ക് വളരെ സ്ട്രെങ്ത് കുറഞ്ഞ സിഗ്നൽ ആയിരിക്കും. അപ്പൊ അത് സ്മോൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ ലാസ്റ്റും 2 ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഇനി സ്മോൾ, അപ്പൊ ഇവിടെ സ്മോൾ. ഇനി വിച്ച് ആർ റൈഡിങ് ഓൺ ഡാഷ് കോമൺ മോഡ് വോൾട്ടേജസ് അല്ലെ, അതായത് ലാർജ് വാല്യൂ, ലാർജ് കോമൺ മോഡ് വോൾട്ടേജസ് വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അതിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുന്ന സ്മോൾ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഉപയോഗിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ സ്മോൾ ആൻഡ് ലാർജ് ആണ് കേട്ടോ. ആ കോമൺ മോഡ് സിഗ്നൽസിനെ നമുക്ക് റിജക്ട് ചെയ്യണം, പക്ഷെ ആ കോമൺ മോഡ് സിഗ്നൽസിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുന്ന സ്മോൾ സിഗ്നൽസിനെ, ഡിഫറൻഷ്യൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്, ഓർത്തിരിക്കുക.